പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയിക്കുകയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയരെ, ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്ന സാവകാശമായ സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വായായി മാത്രം ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം ഭൂമിയിൽ സംസാരിക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളായി എണ്ണപ്പെട്ട ഏതാനും ബ്രത്ത് അല്ലെങ്കിൽ ശ്വാസം മാത്രം ഉള്ള നാം ഓരോരുത്തരും ആ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ്, ആ ജീവൻ അവസാനിക്കുന്നതിന് മുമ്പ് സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുവാൻ സൃഷ്ടാവ് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു. ആ യേശുവിലൂടെ നമ്മൾ ഏക സത്യദൈവമായ യേശു ക്രിസ്തു പറഞ്ഞ പിതാവിങ്കിലേക്ക് എത്തിച്ചേർന്നു. ഈ ഒരു ലക്ഷ്യത്തിലാണ് ഈ സന്ദേശം അറിയിക്കുന്നത്. ഇതൊരു മതത്തിന്റെയോ ഡിനോമിനേഷന്റെയോ സംഘടനയുടെയോ ടീച്ചിങ് അല്ല. അങ്ങനെയുള്ളതിലൊന്നും ഞാൻ ഇല്ലയും താനും. പിന്നെ ഞാൻ എവിടെയുണ്ട്? ഞാൻ ബോഡി ഓഫ് ക്രൈസ്റ്റിലുണ്ട്, സ്വർഗരാജ്യത്തിലുണ്ട്, ശരീരത്തിൽ ഭൂമിയിലുണ്ട്. സ്വർഗത്തിന്റെ ഭൂമിയിലെ അംബാസിഡറാണ്. സ്വർഗത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ ആ ദൈവത്തിന്റെ ജനത്തിന് നടപ്പിലാക്കി കൊടുക്കുന്ന വ്യക്തിത്വമാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകം ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞ വചനത്തിന് അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ എല്ലാം കണ്ണടച്ചെടുക്കത്തില്ല. യേശുക്രിസ്തു പറഞ്ഞതിന് വിപരീതമായ എന്തെങ്കിലും ഈ വചനത്തെ കണ്ടാൽ, ദൈവവചനത്തിന് വിപരീതമായ എന്തെങ്കിലും വചനത്തിൽ കണ്ടാൽ, അതെടുക്കുന്നതിന് മുമ്പ് അതിന്റെ സാഹചര്യം എന്താണെന്നും അതിന്റെ ട്രാൻസ്ലേഷൻ എന്തുകൊണ്ട് യേശു പറഞ്ഞ വചനത്തിന് വിപരീതമായി നിൽക്കുന്നുവെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. അതിന്റെ അർത്ഥം തിരുവഴുത്തിലെ എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശ്വാസം കടന്നു വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ ചരിത്രമുണ്ട്, ഇതിൽ മറ്റുള്ളവരുടെ പാപങ്ങളുണ്ട്. അപ്പോ പാപവും ചരിത്രവും ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്ന് ആ രീതിയിൽ എടുക്കരുത്. അതെല്ലാം പലതും നമ്മുടെ താക്കീതിനായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോ ഒരുപക്ഷെ മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. ദാവീദ് ബത്ശബയുമായി പാപം ചെയ്തു. അത് നമ്മൾ അനുഗമിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതല്ല. പകരം നമ്മൾ അതിൽ നിന്ന് താക്കീത് ഏറ്റെടുക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. കാരണം ഇതെല്ലാം ദൈവശാസനീയമാണ് എന്ന് പറഞ്ഞു പോവുകയല്ല വേണ്ടത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അതിൽ നിന്ന് എന്താണ് ഏറ്റെടുക്കേണ്ടത് അത് ഏറ്റെടുക്കുക. പത്രോസും പൗലോസും തമ്മിൽ ഇതാ വാദമുണ്ടായി. പത്രോസിന്റെ പ്രവൃത്തി കണ്ട് ബർണബാസ് തെറ്റിപ്പോയി. ഏത് ബർണബാസ്? സുവിശേഷകൻ എന്ന ബർണബാസ് തെറ്റിപ്പോയി. അപ്പോ ഇതൊക്കെ അവിടെ എഴുതി വെച്ചത് ഇതുപോലെ നമ്മൾ വാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പകരം അവർ വീണ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത്. പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദം, അവർ രണ്ടായിട്ട് പിരിഞ്ഞു. അതേ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളും വാദിച്ച് രണ്ടായി പിരിയാനല്ല. എവിടെ എന്ത് എങ്ങനെ വേണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബുദ്ധി തരും.
നമ്മൾ അത്യന്തികമായി അനുഗമിക്കേണ്ടത് കർത്താവായ യേശുവിനെയാണ്. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ലത് നമുക്ക് അനുഗമിക്കാം. അതായത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. അതിന്റെ അർത്ഥം, ഞാൻ ഏതെല്ലാം തലത്തിൽ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നു അതിലെല്ലാം നിങ്ങൾ എന്റെ അനുകാരിയാകുക. അതിന് ഞാനും ബർണ്ണബാസും ഉഗ്ര തർക്കം ഉണ്ടായി അതൊക്കെ നിങ്ങളും ചെയ്യാനല്ല പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എപ്പോഴും നാം ഓർക്കേണ്ടത്, അപ്പോസ്തലന്മാരെ മാത്രമല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിത്തിന്റെയും നല്ല പ്രവൃത്തി നമുക്ക് അനുകരിക്കാം. പക്ഷേ നമ്മൾ അത്യന്തികമായി അനുകരിക്കേണ്ടത്, ഇത് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിനെയാണ് അനുകരിക്കേണ്ടത്. ഈ ഒരു കാര്യം ജീവിതത്തിൽ എപ്പോഴും ഓർമ്മ വേണം, വീണുപോകാൻ ഇടയാകരുത്. ഹാർട്ട് ആൻഡ് മൈൻഡ് ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിന്റെ ആഴങ്ങളിലേക്ക് ആയിരുന്നല്ലോ ദൈവം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്ക് നാം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ അതിന്റെ ഓരോരോ ഭാഗങ്ങള് കർത്താവ് സ്പർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ മെയിൻ ടൈറ്റിൽ എൻറ്റർ ടു ദ കിങ്ഡം വേർ ദർ ഇസ് ദ കിങ് എന്നൊരു തലമായിരുന്നു. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ ഇത് പിശാചിന്റെ കിങ്ഡത്തിനെതിരെയുള്ള യുദ്ധമാണ്. മനുഷ്യർക്കെതിരെയുള്ള യുദ്ധമല്ല, പിശാചിന്റെ കിങ്ഡത്തിന് എതിരെയുള്ള യുദ്ധമാണ്. ഓട്ടോമാറ്റിക് മനുഷ്യർക്കെതിരെയുള്ള യുദ്ധമായി മാറുന്നത് പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ടവരും, അതായത് പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട ദൈവമക്കളും പിശാചിന്റെ മക്കളും അവർ ഒരുമിച്ച് നിന്ന് ഇതിനെതിര് വരും. അവർ ഒരുമിച്ച് നിന്ന് എതിര് വരും. പക്ഷെ നമുക്ക് അവരോട് യാതൊരു പോരാട്ടവുമില്ല. നമ്മുടെ പോരാട്ടം മുഴുവൻ പിശാചിനോടും അവന്റെ കിങ്ഡത്തോടുമാണ്. മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നു, മനുഷ്യനെ നമ്മൾ അനുഗ്രഹിക്കുന്നു. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശത്ത് നാം കേട്ടു യേശുക്രിസ്തുവിന്റെ നിയോഗം എന്താണ്, യേശുക്രിസ്തുവിന് എന്തിനാണ് പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. ഒരു വലിയ ദൈവ ഇഷ്ടത്തിന്റെ ഉള്ളിലുള്ള ഒരു സബ് പ്രൊജക്റ്റിനായിരുന്നു യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്തില്ല. പക്ഷെ ദൈവത്തിന് മാനവരാശിയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലും ദൈവം യേശു ക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്തില്ല. അപ്പോഴും ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവിടെ ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിലും യേശുവിനെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു ഇഷ്ടമുണ്ടായിരുന്നു, ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശമാണ് ദൈവ ഇഷ്ടം, മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവ ഇഷ്ടം. പിന്നെ എപ്പോൾ മാത്രമേ യേശു ക്രിസ്തുവിനെ പിതാവ് വാഗ്ദത്തം ചെയ്തോളൂ? മനുഷ്യർ ദൈവത്തോട് അനുസരണം കേട് കാണിച്ച് വീണതിന് ശേഷം മാത്രമാണ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം മാനവകുലത്തിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ തരുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്തു. അതായത് പിശാചിന്റെ കിങ്ഡത്തെ, പിശാചിന്റെ പ്രവൃത്തിയെ തകർത്ത് കളയും. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ ആരംഭിച്ചു, ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സാത്താൻ ക്രിസ്തുവിന്റെ സഭയുടെ പാദപീഠമാകുവാൻ ഇന്ന് കർത്താവായ യേശു പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നുവെന്ന് 110-ാം സങ്കീർത്തനം 1-ാം വാക്യവും എബ്രായലേഖനം 10-12-13 പറയുമ്പോൾ നാം അത് മനസ്സിലാക്കി. എന്നാൽ പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, സാത്താൻ തന്ത്രശാലിയാണ്, സർവ്വലോകത്തെയും ചതിക്കുന്നവനാണ്, തെറ്റിക്കുന്നവനാണ്. 2 Corinthians 2:11 ദൈവത്തിന് നമ്മളോട് പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച്. അപ്പോ ഈ പ്രതിയോഗിയാകുന്ന പിശാചിനെ കുറിച്ചും ഒന്നും മിണ്ടാതെയും അവന്റെ തന്ത്രത്തെ കുറിച്ചും ഒന്നും മിണ്ടാതെയും ക്രിസ്തുവിനെ ആരാധിച്ച് മാത്രം ഈ ജീവിതത്തിലെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യുവാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ആയിരിക്കേണ്ടത്.
നമ്മുടെ വിശ്വാസം കൊണ്ട് നാം നമ്മളെ തന്നെ വിഴുങ്ങരുത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് പിശാച് നമ്മളെ വിഴുങ്ങുവാൻ നാം അനുവദിക്കരുത്. ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതുമായുള്ള ബന്ധത്തിൽ വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രമായി മാറരുത്. എന്താണ്? വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രമായി മാറരുത്. അടുത്തിരിക്കുന്ന ആകെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞേ, അല്ലെങ്കിൽ ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരകന്നായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രമായി മാറരുത്. ഓ ലോഡ്, എല്ലാവരോടും പറഞ്ഞോ? നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും കാണാം. അനുസരിക്കുന്ന മക്കളാണോ അല്ലേന്നൊക്കെ എല്ലാവർക്കും കാണാം. അത് നിങ്ങൾ പറഞ്ഞാല് എല്ലാവർക്കും കാണാം, നിങ്ങൾ പറഞ്ഞില്ലേലും എല്ലാവർക്കും കാണാം. മനുഷ്യരുടെ കാര്യം പറഞ്ഞേ, സ്വർഗത്തിലെ ദൈവവും ചുറ്റുമുള്ള ദൂതന്മാരും എല്ലാവരും കണ്ടോണ്ടിരിക്കുകയല്ല. എല്ലാവരോടും പറഞ്ഞ നമ്മുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രമായി മാറരുത്. കേട്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ചോദിക്കും, അപ്പൊ എവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രം? ഞാൻ ആദ്യം തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിന്റെ ആ ടൈറ്റില് ഒന്ന് ഇട്ട് തരട്ടെ. അപ്പോ കാഴ്ചയിൽ കാണുവാൻ നിങ്ങൾക്ക് പറ്റുന്നു. വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രമായി മാറരുത്. എന്തെങ്കിലുമൊക്കെ ചിന്താകത്ത് വരുന്നുണ്ടോ? റൈറ്റ് ആയിട്ടുള്ളതല്ല നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ശരിയായിട്ടുള്ളതല്ല നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന, നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമല്ല നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ആ വിശ്വാസം നമ്മളെ വിഴുങ്ങുന്ന തന്ത്രം. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21 മുതൽ താഴേക്ക് വായിക്കുമ്പോ നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു സംഭവം, നിന്റെ നിക്ഷേപങ്ങളോട് നിന്റെ ഹൃദയം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ താഴേക്ക് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. മനസ്സിനെ കുറിച്ചായി പറയുന്നത് കേട്ടോ. ഈ കണ്ണ് അതിന്റെ ഒരു നിഴല് മാത്രമാണ്. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടിലായിരിക്കും. എന്നിട്ട് പറയാണ് വിശ്വാസത്തെ കുറിച്ചാണോ, നിങ്ങൾ വെളിച്ചമെന്ന് പറയുന്ന വെളിച്ചം, അതാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ വെളിച്ചമെന്ന് പറയുന്ന വെളിച്ചം അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. അപ്പോ നിങ്ങൾ വെളിച്ചമെന്ന് പറയുന്ന വെളിച്ചം, അതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അതിനാണ് വെളിച്ചം എന്ന് പറയുന്നത്. എനിക്ക് വെളിച്ചമുണ്ട് ബ്രദറെ, ഇതാണ് എന്റെ വിശ്വാസം. ആ വെളിച്ചം ഇരുട്ടാണെങ്കിൽ, അതായത് അത് ദൈവം നമുക്ക് വെച്ചിട്ടുള്ള വെളിച്ചം അല്ലെങ്കിൽ, അത് ആ ഇരുട്ട് എത്ര വലിയ. അല്ലെങ്കിൽ കാരണം അത് ആ വെളിച്ചം ആണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു കൂട്ടരെയാണ് മത്തായിയുടെ സുവിശേഷം 7:21, 22, 21 കാണുന്നത്. അവര് വെളിച്ചമെന്ന് ചിന്തിച്ച വെളിച്ചമല്ലായിരുന്നു യഥാർത്ഥത്തിലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് കൊടുത്ത വെളിച്ചം. ആ വെളിച്ചത്തിന്റെ പേരായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളോട്, സഭയോട് പറയുന്നത്, ആകയാൽ ബുദ്ധിശൂന്യരാകാതെ ദൈവ ഇഷ്ടം ഇന്ന് എന്ന് തിരിച്ചറിയുക. ഇനിയും നീ കിടന്ന് ഉറങ്ങരുത്. ആത്മമണ്ഡലത്തിലെ ദൈവരായത്തിലെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇനിയും കിടന്ന് ഉറങ്ങരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മത്തായി 7:21 അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്റെ സ്വർഗസ്ഥനായ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പൊ അവര് ചിന്തിച്ച വെളിച്ചം അല്ല യഥാർത്ഥ ദൈവം അവരിൽ ആഗ്രഹിച്ച വെളിച്ചം. വെളിച്ചം മാറിപ്പോയി. ഈ ഒരു സംഭവം നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. ദൈവ ഇഷ്ടം മനസ്സിലാക്കി
അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും കടന്നു വരുവാനിടയാകണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ നമ്മളെ വിഴുങ്ങുന്ന തന്ത്രമായി മാറും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഞാൻ 1-2 പ്രോവബ്സ് സദൃശ്യവാക്യങ്ങൾ, ഇന്ന് ലോകം പറയുന്ന സദൃശ്യവാക്യങ്ങൾ നിങ്ങളോട് പറയാം. പക്ഷെ അത് ദൈവവചനത്തിന്റെ ആധാരമാണ്, അടിസ്ഥാനത്തിലാണ് അവരെന്ന് പറയുന്നത്. ഇതുമായുള്ള ബന്ധത്തില് ഞാൻ സ്ക്രീൻ വീണ്ടും ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കണം. നമ്മുടെ വിശ്വാസം നമ്മളെ ലക്ഷ്യത്തെ മറയ്ക്കുന്നതാകരുത്. ഇതെല്ലാം 2:11 ബന്ധത്തിലാണ് ഈ കയറി വരുന്നത് കേട്ടോ. 2:11 വായിച്ചത് ദേവദാസനെ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പോ സാത്താനെ ജയിക്കുന്നത് എങ്ങനെയാ? കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടു, നമ്മുടെ മസിൽ പവർ കൊണ്ടോ ഡോളർ പവർ കൊണ്ടോ നമ്മുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യത കൊണ്ടോ ഒന്നുമല്ല സാത്താനെ തോൽപ്പിക്കുന്നത്. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് സാത്താനെ തോൽപ്പിക്കുന്നത്. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നാം ദൈവഇഷ്ടത്തിൽ ജീവിക്കുന്നത് സാത്താന്റെ പരാജയം. സാത്താൻ നമ്മളെ ജയിക്കുന്നത് നമുക്കൊരു വിശ്വാസം തന്നുകൊണ്ടാണ്. സാത്താൻ നമ്മളെ ജയിക്കുന്നത് നമുക്കൊരു വിശ്വാസം തന്നുകൊണ്ടാണ്. ഇപ്പൊ അടുത്തിരിക്കുന്ന ആൾ നോക്കി പറയണ്ട നിങ്ങൾക്ക്, കാരണം വിശ്വാസമാകാതെ അടുത്തിരിക്കുന്ന ആൾ നോക്കി പറയാൻ പറ്റത്തില്ല. അവർക്ക് എങ്ങനെയാണ് സാത്താൻ വിഴുങ്ങുന്നത്? ഒരു വിശ്വാസം തന്നിട്ടാണ്. എന്റെ തെളിവെന്താണ്? ആദ്യമ കുടുംബത്തെ എങ്ങനെയാണ് വിഴുങ്ങിയത്? ആദ്യമ കുടുംബത്തെ സാത്താൻ വിഴുങ്ങിയത് അവർക്കൊരു വിശ്വാസം കൊടുത്തിട്ടാണ്. ശരിയാണോ? അവർക്കൊരു വിശ്വാസം കൊടുത്തു. എന്താണ് ആ വിശ്വാസം? ദൈവവചനത്തിനെതിരായ ഒരു വിശ്വാസം കൊടുത്തു. ലക്ഷ്യത്തിൽ എത്തിച്ചേരാതിരിക്കാൻ തക്കവണ്ണ ഒരു വിശ്വാസം കൊടുത്തു. ആ വിശ്വാസം ആദ്യ കുടുംബമായ ആദം ഹവ്വ ദമ്പതികൾ ഏറ്റെടുത്തു. ആ വിശ്വാസം അവരെ വിഴുങ്ങി. വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. വിശ്വാസം നമ്മളെ ദൈവം നമുക്ക് വെച്ച ലക്ഷ്യത്തിലെത്തിക്കണം. ഇനി അടുത്ത ആൾ നോക്കി പറഞ്ഞേ, വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. വിശ്വാസം ദൈവം നമ്മളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കണം എന്ന് പറഞ്ഞേ. അല്ല എന്താ പറയാൻ ചിലർക്ക് മടിയുണ്ടെന്ന് തോന്നുന്നു. വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. ആരുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. വിശ്വാസം ദൈവം നമ്മളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നമ്മളെ എത്തിക്കും. ഇതാണ് ഇന്നത്തെ സന്ദേശം. ഹല്ലേലൂയ. മത്തായി 7:21, 22, 23 കാണുന്ന സഭ, ദൈവ അഭിഷിക്തന്മാർ, വിശ്വാസികൾ, അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. അവർ ലക്ഷ്യത്തിലെത്തിയില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ. ലക്ഷ്യത്തിലെത്തിയില്ല. എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. ലക്ഷ്യത്തിലെത്തിയില്ല അവര്. അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. ഇതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്നത് വെളിച്ചം, അത് ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയ. ആ വിശ്വാസം ദൈവം വെച്ചതല്ല എങ്കിൽ അതിനെ ഡിബേറ്റ് ചെയ്ത് അതിനെ തെളിയിക്കാൻ തക്കവണ്ണം ജീവിതകാലം മുഴുവൻ കളഞ്ഞിട്ട് ഇതാ ദൈവരാജ്യം അവകാശമാക്കാതെ കർത്താവിനാൽ പുറന്തള്ളപ്പെടുന്നു. അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദിസ് ഇസ് ദ ഇയർ ഓഫ് ഗിയർ അപ്പ്. ദൈവരാജ്യം ഗിയർ അപ്പ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുക. ആരെ തടഞ്ഞാലും നിവർത്തിയില്ല. പിശാച് തടയാൻ നിവർത്തിയില്ല. അവന്റെ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യൻ തടഞ്ഞാൽ നിവർത്തിയില്ല. കാരണം ഈ പാറമേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. ഈ പാറ ആരുടെയെങ്കിലും വീണ അതിനെ തകർത്ത് കളയും. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം പിതാവ് തന്നോട് പ്രസംഗിക്കാൻ ഏൽപ്പിച്ച് കൈ കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ,
നമ്മളുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. അങ്ങനെ നമ്മുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങിയാൽ അത് പിശാചിന്റെ തന്ത്രമാ. നമ്മുടെ വിശ്വാസം നമ്മളെ ദൈവം നമ്മളിൽ വെച്ച ലക്ഷ്യത്തിലെത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പിശാച് ഇന്ന് ചെയ്യുന്ന പദ്ധതികൾ നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണ്. അതുവഴി ഹൃദയത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന കോട്ടകളെ ഇടിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. മിസ്റ്റർ പൗലോസ് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ പീരങ്കിയും AK-47 ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും ആണെന്നാണോ? അല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ പാരവപ്പാണെന്നാണോ? അല്ല. മനുഷ്യരെ ഒക്കെ നമ്മൾ സ്നേഹിക്കും. പകരം ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളെയല്ല, കോട്ടകളെ ഇടിപ്പാൻ. ഏത് കോട്ടകൾ? ശരീരത്തിന്റെ പുറത്ത് എരിഹോ കോട്ട പോലെ കാണുന്ന കോട്ടകളല്ല. പകരം മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് ചിന്തകളാൽ കെട്ടിയിരിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ചില വിശ്വാസങ്ങൾ അത് നമ്മളെ വിഴുങ്ങുന്ന വിശ്വാസമാണ്. ആദ്യ കുടുംബത്തിൽ ഇട്ടുകൊടുത്ത വിശ്വാസം പോലെ, നന്മ തിരുമല വർഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ അതിനെതിരെ വേറൊരു വിശ്വാസം, വേറൊരു പ്രസംഗം കടന്നു വന്ന് വേറൊരു വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, പകരം നിങ്ങൾ ദൈവത്തെ പോലെ നിറയുന്നുണ്ടോ? ദൈവത്തെ പോലെയാണ്. ഇത് കേട്ട കുറെ പേര് ആത്മാവിൽ നിറയും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിനക്ക് കിട്ടാൻ പോകുന്നത്, നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്നെ സെൻട്രലൈസ് ചെയ്ത് പറഞ്ഞാൽ ഉടനെ നീ ആത്മാവിൽ നിറയും. ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരുടെ സ്വയത്തെ സെൻട്രലൈസ് ചെയ്ത് പറയുമ്പോൾ അവർ ആത്മാവിൽ നിറയും. എന്നാൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യനെ സെൻട്രലൈസ് ചെയ്യുന്നതല്ല, ദൈവത്തെ സെൻട്രലൈസ് ചെയ്യുന്നതാണ്. ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനല്ല. ദൈവത്തെ സെൻട്രലൈസ് ചെയ്യുക. മക്കളെ, മുമ്പേ എന്ത് തിന്നു, എന്ത് കുടിക്കുക, എന്തെടുക്കും എന്നല്ല അന്വേഷിക്കണ്ടേ. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുകയും അതോടുകൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. ദൈവത്തെ സെൻട്രലൈസ് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കേ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജ്യം വരണമേ എന്നല്ല, ഞങ്ങളുടെ സഭയുടെ ഇഷ്ടം നടക്കണമേ എന്നല്ല, എന്റെ ഇഷ്ടം നടക്കണമേ എന്നല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും വരണമേ. ഹല്ലേലൂയ. ദൈവത്തെ സെൻട്രലൈസ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സഭയെ വലുതാക്കുവാൻ നോക്കുവിൻ, നിങ്ങളുടെ സഭയെ വലുതാക്കുവിൻ, നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുവിൻ. അല്ല, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ദൈവത്തെ സെൻട്രലൈസ് ചെയ്യും. ദൈവത്തെ സെൻട്രലൈസ് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്ദേശങ്ങളെല്ലാം ദൈവത്തെ സെൻട്രലൈസ് ചെയ്തായിരിക്കും, ദൈവരാജ്യമായിരിക്കും. ഇത് തന്നെ യേശുവും പറഞ്ഞത്. തന്റെ ജീവിതം പറയുക: എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. എന്റെ പിതാവ്, അപ്പൊ എവിടെ നിന്ന് തുടങ്ങുന്നത്? പിതാവിൽ നിന്ന്. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നുവോ, എന്ത് കാണിക്കുന്നുവോ ഞാൻ അതേപോലെ തന്നെ ചെയ്യും. എന്റെ പിതാവ് എന്ത് പറയുന്നുവോ അതേപോലെ ഞാൻ പറയും. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിവുള്ളതല്ല. എല്ലാം ആരംഭിക്കുന്ന ദൈവത്തിൽ നിന്നാ. അപ്പൊ എനിക്ക് അത് കിട്ടി, എനിക്ക് ഇത് കിട്ടി. എല്ലാം നല്ലതാനവും തികഞ്ഞവരൊക്കെയും ക്രിസ്തുവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നല്ല, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരും. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരിലൂടെ വരുന്നു? ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, നമ്മിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടും. ഒന്നുകൂടി പറയാം: എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരൊക്കെയും എന്നിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നല്ല വരുന്നത്. എല്ലാം നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. പക്ഷെ ആരിലൂടെ വരുന്നു? ക്രിസ്തുവിലൂടെ വരുന്നു, പരിശുദ്ധാത്മാവിലൂടെ വരുന്നു, നമ്മിലൂടെ വരുന്നു, ഭൂമിയിലേക്ക് വരുന്നു. മനസ്സിലായോ? ഇതത്രേ ദൈവവും നിത്യജീവൻ. പ്രിയ സഹോദരങ്ങളെ, യാക്കോബിന്റെ 1-ാം ലേഖനം വായിച്ചാൽ മതി. അതിൽ ഈ സംഭവം ഉണ്ട്. ചിലർ അന്വേഷിക്കുന്നുണ്ട് എവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു തലം, പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കെട്ടിയിരിക്കുന്ന കോട്ടകളുണ്ട്.
അത് ചിന്തകളുടെ കോട്ടയാണ്. അത് ഇടിച്ചിട്ടെങ്കിൽ മാത്രമേ ഈ മനുഷ്യന് ദൈവത്തിന്റെ പദ്ധതിയെ കാണാൻ കഴിയത്തുള്ളൂ. പിശാച് വളരെ തന്ത്രപൂർവമാണ് കോട്ട കെട്ടിയത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷയത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്നൊരു സന്ദേശം ആണത്തിനവയ്ക്കും കൊടുത്തു. ഇതേപോലെ തന്നെ പല പല സന്ദേശങ്ങളും ഇതാ ഈ ലോകത്തിന് പിശാച് കൊടുത്തിട്ടാണ് ദൈവ ഇഷ്ടത്തെ പിശാച് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. പല പല കോട്ടകൾ കെട്ടി ആ കോട്ടയുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു മതിൽ വന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുൻപിലുള്ളതിനെ കാണാൻ കഴിയത്തില്ല. ഇതേപോലെ തന്നെയാണ് ചിന്തകളും. ചിന്ത കൊണ്ടാണ് കോട്ട കെട്ടുന്നത്. നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലേ, ബ്രദറെ എന്തായിരുന്നു അറിയില്ല, അങ്ങ് മറന്നുപോയി, ഞാൻ ഓർത്തിരുന്നതാണേ, അങ്ങ് മറന്നുപോയി. എങ്ങനെയാ മറന്നേ? വേറെ ഒരു ചിന്ത ഇടയിൽ കയറിയതാ. നമ്മള് ചിന്തിക്കാനും പറയാനും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. ഞാൻ ഫോൺ ചെയ്യുമ്പോ എന്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്, നിന്നോട് പറയണമെന്ന് വെച്ച് വിചാരിച്ചിരുന്ന മറന്നുപോയി. എവിടെ മറന്നുപോയ? ബാക്കിയുള്ള ചിന്തകൾ വന്ന് അതിനെ അങ്ങ് മറച്ചു. ഒരു മനുഷ്യന് ഒരു കാര്യം മാത്രമേ എഫക്റ്റീവായിട്ട് അവന്റെ മനസ്സിൽ ഒരു സമയത്ത് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇതുമായി ബന്ധത്തില് ചില സദൃശ്യവാക്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുമായുള്ള ബന്ധത്തില്. ഓ ലോർഡ്, ഐ ലവ് യു. വിശ്വാസ ലക്ഷ്യത്തെ തടയാതെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് കാരണമായി തീരണം. നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇതാ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ഉൽപ്പത്തി 1:26. എന്നാൽ അതെന്താണ്? ദൈവം പറയുന്നു, നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിന് മനുഷ്യനെ ഉണ്ടാക്കാം. അതായത് ആ മനുഷ്യൻ വെച്ചാണ് ദൈവപുത്രന്മാർ, അവർ ഭൂമിയെ വാഴട്ടെ. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ പുത്രന്മാരായി, ദൈവത്തിന്റെ വെറും പുത്രന് ദൈവ സാദൃശ്യവും സ്വരൂപവുമുള്ള ദൈവത്തിന്റെ പുത്രന്മാരായി നാം വെളിപ്പെടണം. അങ്ങനെ നാം ദൈവത്തിനോട് താമസിച്ച ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായി ഭൂമിയെ വാഴണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ ഇതിനെയാണ് വിശ്വാസം കൊണ്ട് പിശാച് വിഴുങ്ങിയത്. എന്തുകൊണ്ട് വിഴുങ്ങിയത്? വിശ്വാസം കൊണ്ട് പിശാച് വിഴുങ്ങി. ഇതിനെതിരെയുള്ളൊരു വിശ്വാസം കൊണ്ട് ദൈവം എന്ത് പറഞ്ഞു അതിനെതിരെയുള്ളൊരു വിശ്വാസം കൊണ്ട് അതുകൊണ്ട് വിഴുങ്ങിക്കളഞ്ഞു. ഇതേപോലെ തന്നെ പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പല വിശ്വാസങ്ങളിൽ പ്രമുഖമായ ഒന്നാണ് യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ ആരാധിക്കുന്നതിലോ യേശുവിന് ബഹുമാനം കൊടുക്കുന്നതിലോ ഒന്നും വിശുദ്ധ ബൈബിൾ എതിരല്ല. അതുകൊണ്ട് ഞാനും എതിരല്ല. ഞാനത് ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മളിപ്പോ പാടിയ പാട്ട് പോലും യേശുവിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള പാട്ടാണ് പാടി. യേശുവിൻ പിന്നാലെ, 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 കൃപ കൃപ എന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ പിന്നാലെ ജനമേ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള പാട്ട് പാടിയിട്ടാണ് 2021 ദ ഇയർ ഓഫ് ഗിയർ അപ്പ് ദൈവം തന്ന പാട്ട്. അപ്പോ എന്നാൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത്, ആ ചിന്തയെ ട്വിസ്റ്റ് ചെയ്ത് ഇതാ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ഉൽപ്പത്തി 1:26 എന്നുള്ള പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് ചെല്ലുന്ന ലക്ഷ്യത്തിലെത്തുന്നതിൽ തടയുന്നതാണ് പിശാചിന്റെ തന്ത്രം. അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു തന്ത്രമല്ല, പല തന്ത്രങ്ങളിൽ ഒന്ന്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് സാത്താന്റെ തന്ത്രത്തെ അറിയാതിരിക്കരുത്, സാത്താന്റെ തന്ത്രങ്ങളെ അറിയാതിരിക്കരുത്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കും. അപ്പൊ സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നാം വെച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ ലക്ഷ്യത്തെ തടയരുത്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് കാരണമായി തീർന്നു. അതായത് ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടിട്ട് നാം ക്രിസ്തുവിലൂടെ നാം എവിടെ എത്തിച്ചേരുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരണമെന്ന് ദൈവത്തിന് വചനം പറയുന്നു. താൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പോ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ട്
നാം ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവിലെത്തണം. ഹല്ലേലൂയ. ഇവിടെ ഇനി പലരും ഇത് കേൾക്കുമ്പോൾ ഒരു സംശയത്തോടെ കേൾക്കും. കാരണം ചിലര് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാ, പക്ഷെ നമുക്കത് ഉപകാരമായി മാറി. ഹല്ലേലൂയ. നമ്മുടെ ഏതാനും മെസ്സേജ് കട്ട് ചെയ്തെടുത്തിട്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ഷാജി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ താഴെ ടൈറ്റിലൊക്കെ കൊടുത്ത്, അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കും. ദൈവരാജ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഏത് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ തുടർന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവരാജ്യ സന്ദേശത്തിന്റെ ആ വ്യാപ്തി കൂടുവാനായിട്ട് ഇടയാണ്. അങ്ങനെ അവർ ഈ സന്ദേശത്തിന്റെ ഇതിന്ന് ശ്രദ്ധിക്കാൻ വരുമ്പോഴാണ് ഷാജി എന്ന ദൈവദാസൻ അവരെല്ലാം ക്രിസ്തുവിന് കൊടുക്കുന്നത് ബഹുമാനത്തെക്കാൾ കൂടുതൽ കൊടുക്കുന്നവർ മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പോൾ അതിലൂടെ അവർ ദൈവരാജ്യ സന്ദേശങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഏത് വാക്കും, ഈ ബൈബിളിലുള്ള കർത്താവ് പറഞ്ഞ ഏത് വാക്കിനും എന്റെ ജീവിതത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. അതിന് യാതൊരു തടസ്സവും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തുവും ദൈവവുമായിട്ടുള്ള ബന്ധം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ധാരാളം സന്ദേശങ്ങൾ, എനിക്ക് തോന്നുന്നു 17-18 സന്ദേശങ്ങൾ എങ്ങനെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. എസ്പെഷ്യലി www.kingdommessages.com എന്ന സൈറ്റിലും കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം പോയി കേൾക്കാൻ, കാണാൻ, മനസ്സിലാക്കാം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ദൈവമാണോ ദൈവം അല്ലേ എന്നൊരു ചിന്തയല്ലേ. ഈ യേശു ക്രിസ്തു ദൈവമാണോ ദൈവം അല്ലേ എന്നുള്ള ആ ചിന്തയില് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനിൽ നിന്ന് ജനിച്ച ഒരുവൻ മനുഷ്യനാണോ അതോ വേറല്ലോ? മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ജനിച്ചവൻ ദൈവമാണോ അതോ വേറല്ലോ? ദൈവത്തിന് ജനിച്ച ദൈവം, പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, അപ്പനല്ലെന്ന് മാത്രമേ ഉള്ളൂ, മോന. ഇതുകൊണ്ട് എപ്പോഴും പറയും യേശു ക്രിസ്തു ദൈവമാണ്. അതെ, ദൈവമാണ്, പക്ഷെ ഏത് ദൈവം അല്ല. യേശു ക്രിസ്തു യോഹന്നാൻ 17:3 പറഞ്ഞ പിതാവായ ഏക സത്യ ദൈവമല്ല. ആ ദൈവം പിതാവാണ്, ഇതോ പുത്രനാണ്, ദൈവപുത്രൻ. ഇതാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വേറെ ഒരു പറയാം, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാരെ എല്ലാം പറയുന്നതും ദൈവങ്ങളെന്ന് തന്നെ. തിയോസ് എന്നാണ് അവരെ പറയുന്നത്. തിയോസ്. ഹല്ലേലൂയ. തിയോസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം വ്യക്തതയോടെ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിലെ ദൈവത്വത്തെ നിഷേധിക്കുന്നില്ല. ഒരു മനുഷ്യന് ജനിച്ച ഒരു മനുഷ്യത്വം ഉള്ളതുപോലെ ദൈവത്തിന് ജനിച്ച വ്യക്തിത്വത്തില് ദൈവത്വം ഉണ്ട്. ഇനി ഇവിടെ പറയുന്നൊരു കാര്യം, പിശാചിന്റെ ഒരു തന്ത്രമാണ് യേശുവിനെ കൊണ്ട് ആ പിതാവിനെ അങ്ങ് മറച്ചു കളയും. അവിടെയാണ് എതിർക്കുന്നത്. പിതാവിനെ മറച്ച് ഇന്നത്തെ പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ പിതാവിനെ അറിയത്തില്ല പലർക്കും. പുതിയ തലമുറയ്ക്ക് അവർക്ക് ആകപ്പെടാൻ യേശുവിനെ കൊണ്ട് പിതാവിനെ മറക്കുന്നു. അങ്ങനെ ഒരു യേശുവിനെ ഈ ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. പകരം ഈ ബൈബിളിൽ കാണുന്ന യേശു പിതാവിനെ വെളിപ്പെടുത്തുന്ന യേശുവാ, പിതാവിനെ മറയ്ക്കുന്ന യേശു അല്ല. യോഹന്നാൻ 1:18 പറയുന്നു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അതാണ് ബൈബിളിലെ യേശു. പക്ഷെ ഇന്ന് ലോകത്ത് പലർക്കും പലയിടത്തും പ്രസംഗിച്ച് കേൾക്കുന്ന യേശു ആ യേശു അല്ല, പകരം പിതാവിനെ മറച്ചു കളയുന്ന യേശു. ഇങ്ങനൊരു യേശുവിനെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് ഞങ്ങൾ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. അപ്പൊ മറ്റൊരു യേശുവിനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുന്ന ശുശ്രൂഷയ്ക്ക് സ്വർഗം എതിരാണ്, അതുകൊണ്ട് ഞാനും എതിരാണ്. എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട ദൈവമക്കളും പിശാചിന്റെ മക്കളും ഒരുമിച്ച് ചേർന്ന് ഇതിനെ എതിർക്കാൻ വരും. ഹല്ലേലൂയ. ഒരു കാര്യമില്ല മക്കളെ, സത്യമേ ജയിക്കൂ, സത്യമേ ജയിക്കൂ. നിങ്ങൾ ഇടിക്കുന്നതും മുട്ടിയിരുത്തുന്നതും പാറയ്ക്ക് നേരെയാ, പാറയ്ക്ക് നേരെ.
ആ പാറയിൽ വീഴുന്ന ഏവനും തകർന്നു പോകും. ആ പാറ ആരുടെമെങ്കിലും വീണാൽ അവനും തകർന്നു അതിനെ ധൂളിപ്പിച്ച് കളയും. ഹല്ലേലൂയ. ക്രിസ്തു ഇതാ യെരൂശലേം തലസ്ഥാനമാക്കി വാഴാൻ പോകും. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ഉണ്ടാകണം കേട്ടോ, ആ കൂട്ടത്തിൽ ഉണ്ടാകണേ. ഇപ്പൊ അവരുടെ ഇവരുടെയൊക്കെ കൂടെ നടന്ന ആ സമയത്ത് ലൂക്കോസ് 19 അധ്യായത്തിൽ പറയുന്ന ആ ഏഴ് പേരെ 10 പേർക്ക് ദ്രഹ്മ കൊടുത്തിട്ട് ഏഴ് പേരെയും തലവെട്ടിക്കളയാനായിട്ടാ ആ ഓർഡർ വന്നത്. ആ കൂട്ടത്തിലൊന്നും പോയേക്കല്ലേ കേട്ടോ, ആ കൂട്ടത്തിലൊന്നും പോയേക്കല്ലേ. എന്റെ മക്കളെ, നിങ്ങൾ എന്നാണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളായിത്തീരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് വീഴത്തുള്ളൂ. മറ്റേ ആള് എന്റെ കൂട്ടുകാരനായ പാസ്റ്റർ തൊമ്മിച്ചൻ എനിക്ക് തംസപ്പ് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. സ്വർഗത്തിലെ ദൈവം നിന്നെ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വിഷയം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ തൊമ്മിച്ചനോടും ചാക്കോച്ചനോടും കൂടെ നിൽക്കാൻ വേണ്ടി അവര് പറയുന്നതിനൊക്കെ ആമേൻ ആമേൻ പറഞ്ഞ് ഈ തംസപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയാമോ? I agree. Amen. പറഞ്ഞു. തെറ്റായ കാര്യത്തിന്, ബൈബിളില് പറയാത്ത തെറ്റായ കാര്യത്തിന് തൊമ്മിച്ചനെയും ചാക്കോച്ചനെയും സന്തോഷിപ്പിക്കാൻ ആമേൻ പറഞ്ഞാൽ സ്വർഗം നിന്നെ കുഞ്ഞെ ആ കൂട്ടത്തിലെ ഉൾപ്പെടുത്തത്തുള്ളൂ. സത്യവചനത്തിന് മാത്രം ആമേൻ പറ. സത്യവചനം നീ അറിയിക്കുന്ന വ്യക്തിയുടെ ആ പ്രതിഫലം കൂടുവാനായിട്ട് അറിയാം. സത്യത്തെ അനീതി കൊണ്ട് തടുക്കരുത്. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ വാട്സപ്പ് മെസ്സേജ് അടിയിൽ എഴുതിയിട്ടുണ്ട്, സത്യത്തെ അനീതി കൊണ്ട് തടുക്കരുത്. റോമാലേഖനത്തിൽ വേടാ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ വേണം എഴുതി വിടാനായിട്ട്. സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്ന ഒരു വമ്പൻ കൂട്ടം ഇവിടെ ഉണ്ട്. അതിലേക്ക് നമ്മളൊന്നും കടന്നു പോകരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി നിങ്ങൾ കടന്നു വരുമ്പോ ഇവിടെ ഈ ചിന്തയുമായുള്ള ബന്ധത്തില് ഇതാ ഞാൻ 1-2 പ്രാവശ്യമായില്ലേ ചില പ്രോബ്സ് കാണിക്കാന്ന് പറയുന്നത്, അങ്ങോട്ടേക്ക് എത്തുന്നില്ല അല്ലെ? ഹല്ലേലൂയ. ഇതാ ശ്രദ്ധിച്ചേ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കല്ലുകളായിട്ട് വെക്കുക. ഈ ലോകം ഇതൊക്കെ നേരത്തെ ഓൾറെഡി ഏറ്റെടുത്തു. ഇത് ലോകത്ത് ജ്ഞാനികൾ പറയുന്ന ഒരു പ്രോവർബാ, പക്ഷെ ഇത് ബൈബിളിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, no one can hit their target with their eyes closed. അവരുടെ കണ്ണടച്ചുകൊണ്ട് അവരുടെ അവരുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല. അവരുടെ കണ്ണടച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിൽ എത്തുവാനായിട്ട് കഴിയത്തില്ല. ഇത് നമ്മുടെ ശരീരത്തിന്റെ കണ്ണ. ഈ കണ്ണിനെ കുറിച്ചല്ല പറയുന്നത്. ഈ കണ്ണടച്ചാലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല. ലക്ഷ്യം ദൂരെയായി, കണ്ണടച്ചവിടെ എത്തണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. വെളിച്ചം വേണം, വെളിച്ചം. ഹല്ലേലൂയ. ഞാൻ ഈ മിഷന്റെ ഉള്ളിൽ പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ വെളിച്ചത്തിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് വളരെ അറിയാം. ഒരിക്കല് ചിലതല്ല 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രാത്രി ഒരു 12 മണി വരെ എന്റെ സ്ഥാപനത്തിൽ നിന്ന് ടെക്നിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപന സ്വർഗത്തിൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു മിഷന്റെ ഉള്ളിൽ ഒരു പാർട്സ് ഒരു യൂണിറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എല്ലാവരും സ്റ്റാഫൊക്കെ എല്ലാവരും പോയി, ആരും ഇല്ല, കാരണം അത്രയും ലേറ്റ് ആരും ഇരിക്കില്ല. അപ്പോ ഇത് തീർക്കാൻ വേണ്ടി എനിക്ക് ബാക്കിയുള്ളവർക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആകും. അപ്പോ ഞാൻ രാത്രി ഇരുന്ന് കഴിയുമ്പോൾ ചില മൈക്രോസ്കോപ്പ് പോലത്തെ ചില സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോ അത് എനിക്ക് ക്രമപ്പെടുന്നു. അപ്പൊ ഞാൻ എത്രമാത്രം ലൈറ്റ് ഇട്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് അവസാനം 12 o'clock കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധം ഉള്ളത് കൊണ്ട് ഞാൻ 12 o'clock കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്ത് പോന്നു. പിന്നെ ഞാൻ അതിനെ ആ ലൈറ്റിൽ ചെയ്യാൻ വേണ്ടി നിന്നില്ല. കാരണം ആ ലൈറ്റ് കൊണ്ട് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓർമ്മ ഞാൻ ചെയ്തു, കഷ്ടപ്പെട്ട്. അടുത്ത ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തറിയാമോ, പിറ്റേ ദിവസം നേരം വെളുത്ത് ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിയുടെ വെയില് വന്നപ്പോ ഞാൻ കർട്ടൻ അങ്ങ് മാറ്റി. ഷോപ്പിലൊരു പ്രത്യേക കർട്ടൻ ഉണ്ട്. ആ കർട്ടൻ അങ്ങ് മാറ്റിയിട്ട് ഞാൻ ആ കർട്ടനോട് ചേർന്ന് ആ സൂര്യന്റെ വെട്ടത്തിരുന്ന് അത് നല്ല രീതിയിൽ കണ്ട് അത് ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഇതേപോലെ തന്നെ ഓരോ സമയത്തും പലപ്പോഴും ഞാൻ ഇന്നലെയും പറഞ്ഞു വെളിച്ചം കൊണ്ടുപോവാ. അപ്പൊ പലയിടത്തും വെളിച്ചം കൊണ്ടുവന്നാലേ നമുക്ക് കാര്യം മനസ്സിലാവും. കാഴ്ച ഉണ്ടാകണം, തുടർന്ന് വെളിച്ചം ഉണ്ടാകണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇരുട്ടാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തില്ല. അപ്പോ ഇത് തന്നെ ശക്തി ഞാൻ 11-3-4 വാക്യങ്ങളിൽ പറയുന്നത്, പിശാച് എങ്ങനെയാണ് നമ്മളുടെ കാഴ്ചയെ കുരുടാക്കുന്നത്? വെച്ചാൽ നമ്മളുടെ ശരീരത്തിന്റെ കാഴ്ച തരുന്ന ഈ കണ്ണാണ്, അല്ലേ? നെക്കഡ്. എന്നാൽ നമ്മളുടെ കാഴ്ച തരുന്നത് മനസ്സാണ്.
നമ്മളുടെ ഹാർട്ട് ആൻഡ് മൈൻഡ് ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗിന്റെ ആദ്യത്തെ ക്ലാസ്സുകൾ ഇതുണ്ട്. നമ്മൾക്ക് കാഴ്ച തരുന്നത് മനസ്സാണ്. മനസ്സ്, ആ മനസ്സ് എപ്പോഴും ക്രിസ്തുവിന്റെ ഇഷ്ടത്തിലായിരിക്കണം. ക്രിസ്തുവിന്റെ ഇഷ്ടം എന്താ? ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്റെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. അപ്പോ ആ പിതാവിന്റെ ഇഷ്ടം എന്താ? ഉൽപ്പത്തി 1:20. അപ്പോ അതിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ജനത്തെ. അതാണ് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കണ്ടു. ഇതാ നമ്മളെ ഓരോരുത്തരെയും ദൈവപുത്രന്മാരായി, ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരെ വിലയ്ക്ക് വാങ്ങി അവർ പുത്രത്വം പ്രാപിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ മേലുള്ള നിയോഗം. ആ ഡ്യൂട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ. അതിനാദ്യം എന്ത് ചെയ്യണം? പിശാചിന്റെ പ്രവർത്തനം അഴിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് പിശാചിന്റെ പ്രവർത്തനം അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. പക്ഷെ അത് ഇന്നും പൂർത്തിയായിട്ടില്ല. കാൽവരി തുടങ്ങി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിശാചി കാലിന്റെ കീഴിലാകുവാൻ പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ മനസ്സിനെ ബ്ലോക്ക് ചെയ്താൽ പിശാചിന് നമ്മുടെ ലക്ഷ്യത്തെ തടയാം. ഹല്ലേലൂയ. മനസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വേറൊരു ചിന്ത കൊണ്ടാണ്. എങ്ങനെ? ഉൽപ്പത്തിയിൽ ആദത്തിന് അവന് വേറൊരു വിശ്വാസം കൊടുത്തു. ആ വിശ്വാസം കൊണ്ട് ദൈവം പറഞ്ഞതിനെ ബ്ലോക്ക് ചെയ്തു. അവർ വീണു. അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. വായിച്ചാട്ടെ, 2 Corinthians 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് അതെങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോട് ഏകാഗ്രത വിടുന്നത്? എങ്ങനെയാണ്? വേറൊരു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോ ബൈബിളിലെ ക്രിസ്തുവോടുള്ള ഏകാഗ്രത നിങ്ങൾക്ക് വിട്ടുമാറും. വേറൊരു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ, ഇതാണ് തന്ത്രം എന്ന് പറയുന്നത്. വേറൊരു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ബൈബിളിലെ ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ടുമാറുക. താഴേക്ക് വായിക്കും. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് ഭയങ്കര തന്ത്രം കേട്ടോ. യേശുവിനെ തന്നെ കൊടുക്കണം. യേശുവിനെ തന്നെ കൊടുത്ത് യേശുവിനെ മറക്കുന്നു. യേശുവിനെ തന്നെ കൊടുത്ത് ദൈവിഷ്ടം ചെയ്യാൻ വന്ന യേശുവിനെ നമ്മുടെ മനസ്സിൽ നിന്ന് മറയ്ക്കുന്നു. എങ്ങനെയുണ്ട്? പിടിക്കാൻ പറ്റുമോ? സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പൗലോസ് അപ്പോസ്തലൻ പിടിച്ചു. ബാക്കിയുള്ളവർക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഇത് പിടിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അനേകർ, കർത്താവ് 10:24 പറയാണ്, അനേകർ എന്റെ പേരിൽ വരും. They will come in my name and they do have a message. അവർക്ക് സന്ദേശം ഉണ്ടാവും. എന്താണ് ആ സന്ദേശം? ജീസസ് ഇസ് ക്രൈസ്റ്റ്. യേശുവാണ് ക്രിസ്തു. സത്യമല്ലേ പറയണേ? എന്നിട്ട് റിസൾട്ടോ, ലക്ഷ്യമോ നിങ്ങളെ തെറ്റിക്കും. ആഹാ. അപ്പൊ ലക്ഷ്യം നിങ്ങളെ തെറ്റിച്ചെങ്കിൽ നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസം അല്ലായിരുന്നു. നിങ്ങൾ വിഴുങ്ങിയത് തെറ്റായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ലക്ഷ്യം നിങ്ങളെ തെറ്റിച്ചത്. മലയാളം ട്രാൻസ്ലേഷൻ പോലെ എഴുതേണ്ട തെറ്റാ. ഹല്ലേലൂയ. അവർ യേശു എന്ന് പേരെടുത്ത് വരും എന്നൊക്കെ. അങ്ങനെയല്ല എഴുതിയേക്കണേ. KJV വായിച്ചു നോക്ക്. Many will come in the name of Jesus Christ. ഞാനും പോകുന്ന യേശുവിന്റെ നാമത്തില. പക്ഷേ മെസ്സേജ് പറയുന്നത്, മെസ്സേജ് സത്യമാണ്. യേശുവാണ് ക്രിസ്തു. അതിന്റെ അർത്ഥം അവിടം വരെ പറയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ദൈവ ഇഷ്ടം പറയൂല. ദൈവ ഇഷ്ടം പറയത്തില്ല. ഹല്ലേലൂയ. അപ്പോ എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ തെറ്റിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ക്രിസ്തുവോടുള്ള ഏകാഗ്രത മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചില്ല. ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ടുമാറുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് വിട്ടുമാറ്റിക്കുന്നത്? ക്രിസ്തുവിനെ കൊണ്ട് തന്നെ. ക്രിസ്തുവോടെ ഏകാഗ്രത വിട്ടുമാറ്റിക്കുന്നത് എന്തുകൊണ്ടാ? ക്രിസ്തുവിനെ കൊണ്ട് തന്നെ. പിടുത്തം കിട്ടുന്നുണ്ടോ? വല്ല പിടുത്തം കിട്ടിയോ? സാധാരണപ്പെട്ടവന് മനസ്സിലാകത്തില്ല ഈ സംഭവം. ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ടുമാറ്റിക്കുന്നത് ക്രിസ്തുവിനെ കൊണ്ട് തന്നെ. ഇത് ഉടനെ സ്ഥലം പഠിച്ചു. അത് മറ്റൊരു ക്രിസ്തുവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒറിജിനൽ ക്രിസ്തു എങ്ങനെ തിരിച്ചറിയാൻ ചിലർ ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ ക്രിസ്തുവിന്റെ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാണ് വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതാ ഉൽപ്പത്തി പുസ്തകം 1:26 ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ജനത്തെ കൊണ്ടുവരിക. അപ്പൊ പിന്നെ അതിലേക്ക് വരുന്ന എന്താ പ്രയാസം? ഇല്ല, പ്രയാസമുണ്ട്. കാരണം ആദ്യ കുടുംബത്തെ അവരുടെ വിശ്വാസത്തിലൂടെ പിശാച് വിഴുങ്ങി. അതുകൊണ്ട് അവർ മരണത്തിന് കീഴിൽ പോയി. അതുകൊണ്ട് പിതാവ് എന്നെ നിയോഗിച്ചു. എന്തിനു നിയോഗിച്ചു? പിശാചിനെ തോൽപ്പിച്ചിട്ട് ഇവരെ പുത്രത്തിലേക്ക് കൊണ്ടുവരാൻ പിതാവിനെ നിയോഗിച്ചു. അപ്പൊ ഞാനൊരു നിയോഗത്തിൽ വന്നതാണ്.
അപ്പൊ എന്റെ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി ഇന്ന് ഞാൻ ചെയ്തു തീർത്തിട്ടില്ല. അത് ചെയ്തു തീർക്കാൻ വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. കാൽവരി ക്രൂശിലെ യാഗം ഞാൻ നടത്തി, അതുകൊണ്ട് അതിലൂടെ പുതിയ സൃഷ്ടികർമ്മം നടത്തി ആഴത്തിലുള്ളവരെ ക്രിസ്തുവിലുള്ളവരാക്കി മാറ്റി. എന്നിട്ടും പണി തീർന്നിട്ടില്ല. ഇന്ന് സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ തന്നെയാ പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതാ മറ്റൊരു യേശുവിനെയാണ് നാം അനുഗമിക്കുന്നതെങ്കിൽ, മറ്റൊരു യേശുവിനെയാണ്, അതായത് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11 4 വാക്യത്തിൽ പറഞ്ഞ മറ്റൊരു യേശുവിനെയാണ് നാം അനുഗമിക്കുന്നതെങ്കിൽ, ശ്രദ്ധിച്ചോ കേട്ടോ, നാം ഒരിക്കലും പറയില്ല പിശാചിനെ തോൽപ്പിക്കണമെന്ന്. നാം ഒരിക്കലും പറയില്ല പിശാചിനെ തോൽപ്പിക്കണമെന്ന്. കാരണം നമ്മുടെ അപ്പനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും. കാരണം അവരുടെ അപ്പൻ പിശാചാണ്. അവരുടെ അപ്പനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ദൈവത്തിന്റെ മക്കൾ അവിടെ കുടുങ്ങിപ്പെട്ടിട്ടുണ്ട്. അവരും പറയത്തില്ല. കാരണം അവരെ തന്ത്രത്തിൽ കുടുക്കിയിട്ടിരിക്കുക. അവിടെ തന്ത്രത്തിൽ കുടുക്കിയിട്ട് അവിടെ പറഞ്ഞു യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിച്ചു, ഇതാണ് ക്രിസ്തീയ വിശ്വാസം. അല്ല, ഈ പുസ്തകത്തിൽ അങ്ങനെയല്ലേ പറയുന്നേ, അങ്ങനെയല്ലേ പറയുന്നത്. ഹല്ലേലൂയ. യേശു നമ്മുടെ കർത്താവാണ്, യേശു മിശിഹായ. ഇതാണ് ശമരിയക്കാരത്തെ സ്ത്രീ പറഞ്ഞത്. എന്റെ മുമ്പ് പ്രസംഗിച്ച സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ഇതാ യഥാർത്ഥത്തില് ഞങ്ങൾക്ക് മിശിഹ വരുമെന്ന് അറിയാം. കഥ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാ മിശിഹ, അല്ലാണ്ട് ഞാനാണ് പിതാവായ ഏകസത്യ ദൈവമൊന്നുമല്ല പറഞ്ഞു. പക്ഷെ ഇന്ന് സംഭവം നേരെ തലേങ്ങ തിരിച്ചിട്ട് കൊടുത്തു. ഈ കാണുന്ന ക്രിസ്തു ആണ് ഇതാ ഈ ഏകസത്യ ദൈവം. ഫിനിഷ്. പരിപാടി കൂട്ടിയില്ലേ? ദൈവത്തിന്റെ എല്ലാ ഓപ്പറേഷനും അതിലൂടെ അങ്ങ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കൂടെ അങ്ങ് എടുത്തു വെച്ചു കൊടുത്തു. ബൈബിളിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, ആരെ നുണയാക്കുന്ന ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്? സാക്ഷാൽ യേശുവിനെ നുണയനാക്കുന്ന ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. യേശു പറയുകയാണ്, നമ്മൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരല്ലേ. യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും. അതിന്റെ അർത്ഥം there is no other God according to Jesus Christ. പിതാവായ ഏക സത്യ ദൈവം യേശുവിന്റെ മനസ്സ് പ്രകാരം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ മനസ്സ് പ്രകാരം ഒന്നേ ഉള്ളൂ. പിന്നെ പൗലോസ് അപ്പസ്തോലൻ ഇത് മനസ്സിലാക്കിയിട്ട് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്, ആ ശ്രദ്ധിച്ചാൽ 1 കൊരിന്ത്യർ 8:6 നമ്മൾ മനസ്സിലാക്കി, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശുവിന്റെ വാക്കിനോട് ചേർന്നത് കണ്ടോ? യേശുവിന്റെ വാക്കിനോട് ചേർന്നുണ്ട്, ഏക സത്യദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശു ആരാ? തൊട്ട് താഴെ പറയുന്നു, യേശു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നിൽക്കുമ്പോ ഇതിനെതിരെ ഇതാ ഈ വചനങ്ങൾ നിൽക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത ധാരാളം വാക്കുകൾ ബൈബിൾ നിറഞ്ഞു കിടക്കുകയാണ്. അത് ഇതിനെതിരെ അവിടെ എവിടെയെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉള്ളത് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളൊക്കെ ആ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനില് നമ്മളെ തെളിയിച്ച് സ്ക്രീനിൽ കൊണ്ട് തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇഷ്ടമുള്ള കാണുന്നവർക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കുകയല്ല, നിങ്ങളുടെ മുമ്പിൽ കാര്യം അവതരിപ്പിക്കുകയാണ്. വിശ്വസിക്കാൻ വേണ്ടതൊക്കെ അവനവന് തിരിച്ചു. ഹല്ലേലൂയ. കാരണം നാം എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതം, അതാണ് നാം എഴുതുന്നത്. ആ വിശ്വാസത്തിന്റെ റിസൾട്ട് നാം പ്രാപിക്കണം. ഞാൻ തെറ്റാണ് എഴുതുന്നതെങ്കിൽ എന്റെ മാർക്ക് പോയി. നിങ്ങൾ തെറ്റാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതാണ് തെറ്റായി എഴുതുന്നത്, നിങ്ങളുടെ മാർക്ക് പോയി. ഹല്ലേലൂയ. എനിക്ക് എന്റെ മാർക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. ആരും എന്നോടല്ല, ക്രിസ്തുവിലൂടെ ദൈവത്തോട് ഒന്നാകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ആരും ഒരു കൂട്ടത്തിലും കൂടണ്ട. പകരം നിങ്ങളെല്ലാം ക്രിസ്തുവിലൂടെ കർത്താവിനോട് അങ്ങ് കൂടിയാൽ മതി. അതാണ് എന്റെ ജയം, എന്റെ മാർക്ക്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇത് പറഞ്ഞു വന്നാൽ അതിലേക്ക് എങ്ങനെ സ്കിപ്പായി അങ്ങ് പോകും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വക കാര്യത്തിൽ നിൽക്കട്ടെ. ഇവിടെ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രിസ്തുവിനെ മറയ്ക്കുന്നത് ക്രിസ്തുവിനെ കൊണ്ട് തന്നെയാണ്. ഇതാണ് പിശാചിൻ തന്ത്രം. അപ്പോ ആ ക്രിസ്തുവിനെ മറയ്ക്കുന്ന ക്രിസ്തുവിന്റെ പൗലോസിട്ട പേരാണ് മറ്റൊരു ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക. യഥാർത്ഥ ക്രിസ്തു ആണ് എങ്കിൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ പ്രസംഗം അന്നും ഇന്നും എന്നും ഒന്നാ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും അനന്യന, മാറ്റമില്ല.
ദൈവരാജ്യമായിരിക്കും പ്രസംഗിക്കുന്നത്. അല്ലാത്തവരെ പ്രസംഗമൊക്കെ വേറെ ആയിരിക്കുക. ഇതിന്റെ പ്രശ്നം മാറും, ഉറക്കെ ഹല്ലേലൂയ പറയൂ, സ്തോത്രം പറയൂ, കൂടുതൽ ഉപവസിക്കൂ, കൂടുതൽ പ്രാർത്ഥിക്കൂ, ദശാംശം കൊണ്ടുവന്നില്ല, കവറുണ്ടോ, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതൊക്കെ ആയിരിക്കും അവരുടെ പ്രസംഗങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു തലമൊന്നും അല്ല ക്രിസ്തുവിന്റെ പ്രസംഗം. ക്രിസ്തുവിന്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ച്, ആ പിതാവിനെ, മറഞ്ഞിരിക്കുന്ന പിതാവിനെ വെളിപ്പെടുത്തി, അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് കർത്താവായ യേശു ലക്ഷ്യം. എന്തിനു വേണ്ടിയാണ്? അവസാനം ഈ ദൈവം നമ്മളോട് കൂടെ താമസിക്കാൻ വരുന്നു. വെളിപ്പാട് 23 ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അതുകൊണ്ട് പറഞ്ഞത് മുഴുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തരാൻ നിന്റെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ഇത് പിശാചിന്റെ മിടുക്ക് മൂലം ബൈബിൾ കൊണ്ടില്ല, സിലബസിൽ പോലും ഇല്ല. ഹല്ലേലൂയ. ദൈവത്തോട് സ്നേഹമുള്ളവരാണ്. ഒരു കൂട്ടം ദൈവദാസന്മാരോട് കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിക്കാനിടയായി. അവര് ദൈവത്തിന്റെ ആത്മാവ് ശാസിച്ചു, ശരിക്കും ശാസിച്ചു. അവരുടെ ചിലര് വിളിച്ചു പറഞ്ഞു, കമന്റ് ഇട്ടു, ഞങ്ങൾ ആ വീഡിയോ റിലീസ് ചെയ്ത് കളയും. ഞാനത് വായിച്ചപ്പോ ഉടനെ ഞാൻ എന്നെ വിളിച്ച ഒരു ദൈവദാസനുണ്ട്, മാന്യനായ ഒരു ദൈവദാസനാട്ടോ. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലര് പറയുന്നു, ഭീഷണി എഴുതുന്നുണ്ട്, ഇപ്പൊ ആ വീഡിയോ റിലീസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ദൈവദാസനെ പെട്ടെന്ന് ചെയ്താട്ടെ. 4 മണിക്കൂറും 40 മിനിറ്റും ഒരാൾക്കെതിരെ അനേകർ നിന്ന് സംസാരിച്ച ആ വീഡിയോ റിലീസ് ചെയ്താട്ടെ. അപ്പൊ അവർക്കറിയാം ദൈവം ആരുടെ കൂടെ നിൽക്കണേ. ഇന്ന് റിലീസ് ചെയ്താട്ടെ വേഗം. പിന്നെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, കട്ട് ചെയ്ത് റിലീസ് ചെയ്താൽ അത് നീതിയല്ല, ദൈവസന്നിധി. 4 മണിക്കൂറും 40 സെക്കൻഡും എന്നുള്ള ആസിറ്റീസ് റിലീസ് ചെയ്യും. ആ ദിവസം ചെയ്യുമെന്ന് എനിക്ക് തോന്നലേ. കാരണം അദ്ദേഹം ആ കൂട്ടത്തിൽ ഒരു നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നി. ഹല്ലേലൂയ. പക്ഷേ മറ്റുള്ളവരെ പേടിച്ച് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. റിലീസ് 4 മണിക്കൂറും 40 ഉള്ള സന്ദേശം റിലീസ് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുമായിരിക്കും. ചെയ്താൽ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്ന സംഭവം നിങ്ങൾക്ക് കേൾക്കാം. ദൈവത്തിന്റെ ആത്മാവ് അവരെ നോക്കി ശരിക്കും ശാസിക്കുന്നുണ്ട്. ശരിക്കും ശാസിക്കുന്നു. ഇതവര് കേൾക്കും. ഇതവര് കേൾക്കട്ടെ, എന്നിട്ടത് റിലീസ് ചെയ്യട്ടെ. ഹല്ലേലൂയ. അല്ലാണ്ട് എന്നെ ഒളിച്ച് കമന്റുകൾ ഇട്ടിട്ട് കാര്യമില്ല. ശ്രദ്ധിച്ചേ, ഇതവര് റിലീസ് ചെയ്യട്ടെ. റിലീസ് ചെയ്യുമ്പോൾ സത്യം ഏത്, സത്യമല്ലാത്ത എന്ന് ലോകം അറിയും. പ്രിയ സഹോദരങ്ങളെ, സത്യമേ നിലനിൽക്കൂ, അല്ലാത്തത് ഒന്നും നിലനിൽക്കത്തില്ല. അവരോട് പറഞ്ഞൊരു കാര്യം, ആ സന്ദേശത്തിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദൈവത്തോട് ഇത്ര സ്നേഹമുള്ളവരെങ്കിൽ യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സന്ദേശം, സുവിശേഷം ബൈബിൾ കോളേജിലെ സിലബസിലില്ല. നിങ്ങൾ ദൈവത്തോട് ഇത്ര സ്നേഹമുള്ളവരെങ്കിൽ ഇതാ കടന്നുപോയി അത് ബൈബിൾ കോളേജിലെ സിലബസിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലാതെ യേശുവാണ് മഹാദൈവം, സത്യദൈവം, ഇത് തെളിയിക്കാനും നമ്മളോട് ദൈവം പറഞ്ഞിട്ടില്ല. കർത്താവും പറഞ്ഞിട്ടില്ല, പിതാവ് പറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല, ബൈബിളിൽ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഇതും തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കളയാതെ, ഇത് കയറി ഏലിയാവ് യുദ്ധമായി. ഏലിയാവ് യുദ്ധം. ഗോലിയാത്ത് അവിടെ നിൽക്കുന്നു. ഗോലിയാത്ത് യുദ്ധം ചെയ്യാൻ ദാവീദ് കടന്നു വരുമ്പോൾ ഒരു ഏലിയാവ് ഇടയിൽ വരുന്നു. എവിടെ പോവാടാ, എല്ലാ ആടുകളെ വിട്ടിട്ട് നീ ഈ മരുഭൂമിയിൽ ഇവിടെ കയറി എന്തിനാണ് വന്നേ എന്ന് പറഞ്ഞ് ദാവീദിന്റെ ശ്രദ്ധ തിരിക്കുന്ന ഒരു തലം മാത്രമാണത്. എവിടെ നിന്ന് തിരിക്കുന്ന? ഗോലിയാത്തിനോടുള്ള യുദ്ധത്തിൽ നിന്ന് തിരിക്കുന്ന ഒരു തലം മാത്രം. പിശാചിനോടുള്ള യുദ്ധത്തിൽ നിന്ന് നമ്മളെ തിരിക്കുന്ന ഒരു തലം മാത്രമാണ്. അതുകൊണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ വ്യർത്ഥ കാര്യത്തെ വിട്ടിട്ട് നിങ്ങൾ ഇതാ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുക. ഇനിയും അജ്ഞാനികളാകാൻ ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് സാധിച്ചെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതകാലം അധ്വാനിക്കുക, നിങ്ങളുടെ ജീവിതകാലം പ്രവർത്തിക്കുക. ഇതെല്ലാം ആ വീഡിയോയിലുണ്ട്. അവരത് കട്ട് ചെയ്യാതെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ അവർ കട്ട് ചെയ്തിട്ടാണ് റിലീസ് ചെയ്തെങ്കിൽ ദൈവസന്നിധിയിൽ അവർ പാപം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും. അതില് യഥാർത്ഥത്തിൽ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, എന്താണ് ഇവിടെ സംസാരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുവാൻ അത് ഇടം നൽകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് മനസ്സുകൊണ്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ അവന് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തില്ല. അതിനെന്താ ചെയ്യുന്നത്? ഒരു മതിൽ കെട്ടുക. ഞങ്ങളുടെ ഞാനിപ്പോ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തൊരു വീടും, അത് വേറൊരു രാജ്യക്കാരൻ. അവരുടെ സ്ത്രീകളെ ആരും കാണുന്നവർക്ക് ഇഷ്ടമല്ല.
അപ്പോ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു ഫ്ലാറ്റ് പണി ആരംഭിച്ചു. ആ ഫ്ലാറ്റ് പണി ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് അദ്ദേഹം ചെയ്തൊരു പരിപാടിയുണ്ട്. ഈ പണിക്കാരെല്ലാം അതിൽ പോകുമ്പോ തങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെണ്ണുങ്ങളെ മുകളിൽ നിന്ന് നോക്കാം. ഇയാൾ എന്ത് അറിയാമോ? തന്റെ മതില് വീണ്ടും മുകളിലേക്ക് പണിതു. ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. തന്റെ മതില് വീണ്ടും മുകളിലേക്ക് അവര് ഫ്ലാറ്റ് പൊക്കുമ്പോ ഇയാൾ മതിലും പൊക്കും. അങ്ങനെ മതില് പൊങ്ങി വലിയ ഉയരത്തിലായി മതിൽ. ഹല്ലേലൂയ. അദ്ദേഹം മതില് കെട്ടിയത് ആദ്യം ബ്രിക്ക് കൊണ്ടുള്ള മതിലുണ്ട്, പിന്നെ എന്തോ ഒരു പ്രത്യേക ഒരു സംഭവം, തുണി പോലത്തെ ഒരു സംഭവം കൊണ്ടൊക്കെ ചെയ്തത്. അപ്പൊ എന്തോ കാണിക്കുന്നത്? അവര് ഞങ്ങളുടെ ഉള്ളിലുള്ളതിനെ കാണരുത്, ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സ്ത്രീകളൊന്നും കാണരുത്, അതിനു വേണ്ടിയാണ് ആ മതിൽ കെട്ടിയിട്ട്. അപ്പോ മതിൽ കെട്ടിയ പിന്നെ കാണത്തില്ല അല്ലെ? അദ്ദേഹത്തിന് ദാഹിച്ചിട്ട് അദ്ദേഹം നിർത്തി? അല്ല, ഈ നിശബ്ദത പോലും ഒരു സംസാരമാണ്. മതില് കിട്ടിയ പിന്നെ കാണത്തില്ല അല്ലെ? ഇതാണ് പിശാചിന്റെ തന്ത്രം. അവൻ മനസ്സിനെ കുരുടാക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. സെങ്കോരി 4:4 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ, മനസ്സാണ് കണ്ണ്, മനസ്സാണ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ്, ഈ കണ്ണല്ല, ഹൃദയത്തിന്റെ കണ്ണ് മനസ്സാണ്, മനസ്സിനെ കുരുടാക്കുന്നു. എങ്ങനെയാണ്? മതില് കെട്ടുന്നു. എന്തുകൊണ്ട്? വേറൊരു സന്ദേശം കൊണ്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ മറ്റൊരു ക്രിസ്തുവിനെ കൊണ്ട് മതില് കെട്ടുന്നു. മറ്റൊരു ക്രിസ്തുവിനെ കൊണ്ട് മതില് കെട്ടുന്നു. പിതാവിനെ വെളിപ്പെടുത്താതെ പിതാവിനെ മറയ്ക്കുന്ന ക്രിസ്തുവിനെ കൊണ്ട് മതില് കെട്ടുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു രീതി, ഇതാണ് പിശാച് അവലംബിച്ചിരിക്കുന്നത്, അദൃശ്യമായ മതില്. ഇതാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. പിശാച് നമ്മുടെ ഹൃദയത്തിൽ കെട്ടിവെച്ച മതില്, കോട്ട. കോട്ടയെന്ന് പറയുന്നത് വെറും മതിലല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ബലമുള്ളവ തന്നെ. അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആകെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് എതിരായി വരുന്ന, ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിപരീതമായി വരുന്ന എല്ലാ സങ്കല്പങ്ങളെയും കോട്ടകളെയും ഇടിച്ച് തകർത്ത് താഴെയിടുന്നു. അതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടിച്ച് തകർത്ത് താഴെയിടുന്നു. ക്രിസ്തുവിന് നല്ല ബഹുമാനം കൊടുത്തുകൊണ്ട്, തലയായി, കർത്താവായി, ദൈവപുത്രനായി ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ, ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ, കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ. ക്രിസ്തുവിന് ബഹുമാനം കൊടുത്തുകൊണ്ട് 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 തന്നെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദുഷ്ടൻ കെട്ടിവെച്ച മറ്റൊരു ക്രിസ്തുവിന്റെ അടിസ്ഥാനങ്ങൾ ഇടിച്ചു താഴെയിടുകയാണ്, ഇടിച്ചു താഴെയിടുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൂടെ കാണാം. ഓ ലോർഡ്, എല്ലാവരും അടുത്തത് ഇത് നിങ്ങൾക്ക് ഒരു അടിസ്ഥാനമായി കിടക്കട്ടെ. അടുത്തത് ലാക്ക് ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഇല്ല എങ്കിൽ ലക്ഷ്യത്തിലെത്തത്തില്ല. ഹല്ലേലൂയ. ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. കാഴ്ചയില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തത്തില്ല. ഡയറക്ഷൻ ഇല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തത്തില്ല. ഇതൊക്കെ ഞാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന ലോകത്തിന്റെ പ്രോബ്സുകളാണ്. ദ ലാക്ക് ഓഫ് ഡയറക്ഷൻ, നോട്ട് ലാക്ക് ഓഫ് ടൈം ഈസ് ദ പ്രോബ്ലം. വി ഓൾ ഹാവ് 24 hours a day. നമുക്ക് സമയം 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രശ്നം ലാക്ക് ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഇല്ല. ഇവിടെയാണ് യേശു നമുക്ക് ഡയറക്ഷൻ തരുന്നത്. മത്തായി 6:33. മുമ്പേ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക. ഡയറക്ഷൻ, ഡയറക്ഷൻ, ഡയറക്ഷൻ. യേശു നമുക്ക് ഡയറക്ഷൻ തരികയാണ്. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ഹല്ലേലൂയ. എത്ര നല്ല ലീഡറാണ് യേശു, എത്ര നല്ല ലീഡറാണ് യേശു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പാടിക്കുന്നത്, യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ. ഹല്ലേലൂയ. യേശു പറയാണ്, ഫോളോ മീ, ഫോളോ മീ. ഇങ്ങോട്ടാ? എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലെത്താം. എന്നിലൂടെ പിതാവിന്റെ അടുക്കലെത്താം. പിതാവിനെ മറക്കുകയല്ല, ഞാനാണ് പിതാവ് മുമ്പ് നിങ്ങൾ വരികയല്ല. അത് മറ്റൊരു യേശു.
പിതാവിനെ മറക്കുകയല്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഡയറക്ഷൻ വളരെ പ്രാധാന്യമാണ്. ഇനി ഇതിലൂടെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ നമ്മൾ അവിടെ നിൽക്കും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ നമ്മൾ അവിടെ നിൽക്കും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, I know for sure what we dwell on is who we become. നമ്മൾ എന്ത് ചിന്തയിലാണ് വസിക്കുന്നത് അതാണ് നാം വിശ്വസിക്കുന്നത്. നമ്മൾ അതായിത്തീരും. നമ്മൾ എന്ത് ചിന്തയിലാണ് നിലകൊള്ളുന്നത് അതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അതായിത്തീരും. ഹല്ലേലൂയ. ഇതാണ് സദൃശവാക്യം 21:7 പറയുന്നത്. For as he thinketh in his heart so is he. ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവൻ. മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അത് അവന്റെ വിശ്വാസമായി തീരും. മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എങ്കിൽ അത് അവന്റെ വിശ്വാസമായി തീരും. എന്താണ് അവന്റെ വിശ്വാസം? ആ വിശ്വാസം പോലെ അവന് ഭവിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ വിശ്വാസം എന്താണോ അവിടെ നീ എത്തിച്ചേരും. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള വിശ്വസിച്ചില്ല എങ്കിൽ നാം എത്തിച്ചേരുന്നത് തെറ്റായുള്ള ദിശയിലായിരിക്കും. തെറ്റായുള്ള ദിശയിൽ എത്തിച്ചേരും. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ കേട്ടില്ലേ, നമ്മുടെ വിശ്വാസം നമ്മൾ വിഴുങ്ങരുത്. ആരെ വിഴുങ്ങിയത് പോലെ ആടത്തിന് അവയ്ക്ക് പിശാച് ഒരു പ്രസംഗത്തിലൂടെ വിശ്വാസം ഇട്ട് കൊടുത്തു, അതവര് വിഴുങ്ങി. ഹല്ലേലൂയ. മറ്റൊരേശുവിന്റെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവസാനം അവിടെ നിന്ന് കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നു. ഒറിജിനൽ കർത്താവ് പറയുന്നു, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നു. അല്ല, അപ്പൊ തെറ്റായ വിശ്വാസമൊക്കെ അവർ വിഴുങ്ങിക്കളയുക. അല്ലെങ്കിൽ തെറ്റായ വിശ്വാസം വിഴുങ്ങിക്കളയുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ധാരാളം ഇമിറ്റേഷൻസ് ഉണ്ട്. ഇമിറ്റേഷൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒറിജിനൽ ക്രിസ്തു സംസാരിക്കുമ്പോൾ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അരുവികൾ ഒഴുകി കടന്നു വരുന്ന വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ ഇടയാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവർ ആത്മാവിൽ നിറവിലുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇത് ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ആണ് കടന്നു വരുന്നതെന്ന്. ദൈവത്തിന്റെ വചനം J7:17 യോഹന്നാൻ 7:17 ഇങ്ങനെ പറയുന്ന ഒരു കാര്യം നമുക്ക് കേൾക്കാം. ദൈവത്തിന് ഇഷ്ടം ഇച്ഛിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ തിരിച്ചറിയും. ഉപദേശം മനുഷ്യരിൽ നിന്നോ ദൈവത്തിൽ നിന്നോ തിരിച്ചറിയുവാനിടയാകും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ കാര്യവുമായിട്ടുള്ള ബന്ധത്തില് നാം ഇതൊക്കെ ലോകത്തിന്റെ ഒരു പ്രോബ്സുകളാണ്. ഇനി ഇതുമായുള്ള ബന്ധത്തില് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഈ യാത്രയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. Our mind can effectively see only one thing at a time. ഒരൊറ്റ കാര്യമാണ് നമ്മുടെ മനസ്സിന് എഫക്റ്റീവ് എന്ന് വെച്ചാൽ 100% നല്ല രീതിയിൽ കാണുവാൻ കഴിയുള്ളൂ. നമ്മൾ 2 കാര്യം ചെയ്താൽ നമ്മൾ പലപ്പോഴും വീഴുമ്പോൾ. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളൊക്കെ അസ്ഥിരെന്ന് കേട്ടിട്ടില്ലേ? അത് നമ്മുടെ മനസ്സിന് ഒരു സമയത്ത് ഒറ്റ കാര്യമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോയാൽ ആദ്യത്തെ കാര്യം ചിലപ്പോൾ ഫ്ലോപ്പാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഒരു സ്നേഹിതന് തുടരെ വിളിച്ചു. അപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. അദ്ദേഹം ദുബായ് ചില റോഡിലൂടെ ഡ്രൈവ് ചെയ്യായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. എന്റെ കോളിലൊന്ന് ആൻസർ ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വഴി മാറിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഓ മനുഷ്യ, എന്നെ മനുഷ്യാന്ന് അങ്ങനെയാണ് വിളിച്ചെന്ന് തോന്നുന്നു കേട്ടോ. മനുഷ്യ, നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയത് കൊണ്ട് ഇനി ഞാൻ 7 കിലോമീറ്റർ 14 കിലോമീറ്റർ കൂടുതൽ ഓടും. ഒരു റൗണ്ട് ഔട്ട് മാറിപ്പോയതാ. അപ്പൊ മനസ്സ് മാറിയാൽ റൂട്ട് മാറില്ല. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. അപ്പൊ നമ്മുടെ മനസ്സിനെയാണ് പിശാച് കുരുടാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കുന്നത് അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പൊ പ്രിയ സഹോദരനെ, പിശാച് മനസ്സിനെ തോൽപ്പിച്ചിട്ട് എങ്ങനെയാ കുരുടാക്കുന്നത്? ചില കോട്ടകൾ നമ്മുടെ മുമ്പിൽ ഇടും കേട്ടോ. ജെറിഹോ കോട്ട പോലെ ചില കോട്ടകൾ നമ്മുടെ മുമ്പിലെങ്കിൽ നിങ്ങൾ വീണ്ടും മുമ്പിലത്തെ മതിലിന്റെ അല്ല ഇപ്പൊ കാണേണ്ടത് കേട്ടോ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വമ്പൻ കോട്ടയം കിട്ടും. ആ കോട്ട കെട്ടിയിട്ട് അങ്ങ് തടയും. നമ്മളെ അങ്ങ് തടയും. നമ്മുടെ ചിന്തകളെ അങ്ങ് തടയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു രാജ്യക്കാരൻ, ഈ രാജ്യക്കാരെന്ന് പേര് പറയാത്ത, പിന്നെ അതും പിടിച്ചോണ്ട് ആൾ നടക്കാണ്ടിരിക്കാൻ വേണ്ടി അത് കട്ട് ചെയ്തോണ്ട് പോകും. ഓക്കെ. അപ്പോ അങ്ങനെ മറ്റൊരു രാജ്യക്കാരൻ തന്റെ മതിൽ പൊക്കി പണിതതുപോലെ തന്റെ വീട്ടിലുള്ള ആ സ്ത്രീകളെ മറ്റുള്ളവർ കാണരുത്. അപ്പൊ ഇതേപോലെ പിശാച് നമ്മൾ ചിലതൊക്കെ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണ് പിശാച് നാം കാണരുതെന്ന് ആഗ്രഹിക്കുന്നത്? ശക്തി 4:4 എന്താണത്? യേശുക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം. അതുകൊണ്ടാണ് ബൈബിൾ കോളേജ് സിലബസിൽ കണ്ടില്ല. സുവിശേഷ പ്രസംഗത്തിനില്ല. ഹല്ലേലൂയ. കാണരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരുപ്പാൻ ഈ ലോകത്തിൽ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. ഹല്ലേലൂയ. യേശു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമാണ് ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യ നീ മാനസാന്തരപ്പെട്ട ഈ ഭൂമിയുടെ പറഞ്ഞ കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ശോഭിക്കരുത്.
അതിന്റെ കാരണം അതെങ്ങാനും വന്നാൽ ആദ്യം ലോകത്തിൽ നിന്ന് ഭരണം പോകേണ്ടത് പിശാചിന്റെ ഭരണം പോകണം. ഇന്ന് സർവ്വലോകം ദുഷ്ടന്റെ കീഴിലാണ് കിടക്കുന്നത്. ആ ഭരണം പോയിട്ട് ആ ഭരണം ദൈവം ക്രിസ്തുവിൽ നമുക്ക് എടുത്ത് വരുവാനായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സന്ദേശം മനുഷ്യർ അറിയരുത്. അപ്പൊ ഇത് അറിയിക്കാതിരിപ്പാൻ മറ്റൊരു യേശുവിനെ കൊണ്ടൊരു കോട്ട മനുഷ്യന്റെ ഉള്ളിലൊക്കെ കെട്ടിക്കൊടുത്തു. എന്താണ്? യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഇതല്ല ബൈബിളിലെ സന്ദേശം. ഇതല്ല ബൈബിളിലെ സന്ദേശം. യേശുവിനെ നമ്മൾ തികഞ്ഞ ബഹുമാനവും തികഞ്ഞ ആരാധനയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇതല്ല ബൈബിളിലെ സന്ദേശം. ബൈബിളിലെ സന്ദേശം യേശു 3 വർഷക്കാലം പ്രസംഗിച്ചതാണ് ബൈബിളിലെ സന്ദേശം. ഉൽപ്പത്തി 1:26 ബൈബിളിലെ സന്ദേശം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നാം എത്തിച്ചേരണം. അങ്ങനെ നാം എത്തിച്ചേരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളും ഭൂമിയുടെ രാജാക്കന്മാരുമായി. ഇതുകൊണ്ടാണ് വെളിപ്പാട് 22:5 പറയുന്നത് അവർ എന്നേക്ക് രാജാക്കന്മാർ. ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം. ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു ഡയറക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കണ്ണിന് നല്ല, ഹൃദയത്തിന്റെ കണ്ണിന് നല്ല, മനസ്സിന് നല്ല കാഴ്ച ഉണ്ടാകണം. ഏത് കാഴ്ച? ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റൂ. നാം നിരന്തരം ക്രിസ്തുവിന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുന്നവരായിരിക്കും. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞത് ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചില മതിലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തന്നിരിക്കുകയാണ്. മതിലിട്ട് തന്നിരിക്കുക. ഇതുമായുള്ള ബന്ധത്തില് ഇതാ നമുക്ക് മതിലുകൾ കണ്ടിട്ടില്ല, ഈ കോട്ടകൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടോളൂ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കോട്ടകളെ ഇടിപ്പാൻ. ഏത് കോട്ടകൾ? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി വന്ന കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ബലമുള്ളത്ര. ഇതാണ് കോട്ടകൾ. കണ്ടോ? ഹല്ലേലൂയ. എരിഹോ കോട്ട പോലത്തെ ഒരു കോട്ടയാണ്. ഈ കോട്ടയാണ് ഇടിഞ്ഞു വീഴുന്നത്. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ മുന്നോട്ട് 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 ജനമേ. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ. ഏത് ക്രിസ്തുവിൻ? മറ്റൊരു ക്രിസ്തുവിനല്ല, പിതാവിനെ വെളിപ്പെടുന്ന ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ. ഹല്ലേലൂയ. ഇതാ ശ്രദ്ധിച്ചേ. ഓ ഫാദർ, ഐ താങ്ക് യു. ഇതാ ഇതുമായുള്ള ബന്ധത്തില് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ മനുഷ്യരെയും കാണാം, ദൈവത്തെയും കാണിക്കും. മനുഷ്യരെയും കാണിക്കുന്നു, ദൈവത്തെയും കാണിക്കുന്നു. ഓ ലോർഡ്, ഐ ലവ് യു. ഞാൻ പോയിന്റ് നിർത്തും. മനുഷ്യരെ കാണിക്കുന്നു. ഇതാ അതേ മനുഷ്യര്. ഇതാണ് ദൈവം. ഇതാ ഈ മനുഷ്യര്. ഇത് ഇപ്പൊ ക്രിസ്ത്യാനികളായി കാണിക്കുന്നത് കേട്ടോ. അവര് ക്രിസ്തുവിനെ ആരാധിച്ച് മാത്രം നിൽക്കുന്ന ഒരു പിശാചിന്റെ തന്ത്രത്തിൽ കിടക്കുന്ന ഒരു തലം. ശരിക്കും ക്രിസ്തുവിനെ ഇവർക്ക് കൊടുത്തത് ഇതാ ഈ ക്രിസ്തു മുഖാന്തരം ഇവരെല്ലാം ദൈവത്തിനെടുക്കാൻ വേണ്ടിയാണ്. ഇവരെല്ലാം ദൈവപുത്രന്മാരായി ദൈവവുമായിട്ട് ഒന്നായിത്തീരണം. ഇതാ ഈ ക്രിസ്തുവിനെ ആരാധിച്ച് ഇതാ ശവപ്പെട്ടിയിൽ കുറെ ശരീരം പോകുന്നു. സോള് എന്ന് പറ്റും. ഇതാ കർത്താവ് അവസാനം അവിടെ പറയുന്നുണ്ട്, എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനൊന്നും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവർ ആ സ്വർഗരാജ്യത്തിൽ ഇതാ പിതാവിന്റെ അടുക്കൽ പ്രവേശിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ എത്തുന്നു. ഹല്ലേലൂയ. മത്തായി 7:21 ഞാൻ കൈ തന്നിട്ടില്ല കേട്ടോ. അപ്പോ ഇതാ ഈ ജനം കബളിപ്പിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഇതാ യേശുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവരെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവരെ അത് ചെയ്തു. ഇതാ ഈ യേശുവിന്റെ നാമത്തിൽ സുവിശേഷം അറിയിച്ചു രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്തേക്ക്. അവസാനം ഒറിജിനൽ യേശു പറഞ്ഞു, ഞാൻ ഒരു കാര്യം നിങ്ങളെ അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കടന്നു പോയിരിക്കുന്ന ആ ഒരു തലം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇവർക്ക്, ഈ മനുഷ്യർക്ക് അറിയാൻ പാടാത്ത ചില കാര്യങ്ങളുണ്ട് അദൃശ്യമായ മണ്ഡലത്തിൽ. ഇവർ എന്തുകൊണ്ടാണ് ഇവർ ഇതുപോലെ ആയത്? കാരണം ഇതാ ഒരു ശത്രു പിശാച് ഈ സർവ്വലോകം വാഴുകയാണ്. ഈ സർവ്വലോകം വാഴുന്ന ഈ പിശാച് ഇതാ 1 യോഹന്നാൻ 5:19 എഴുതിയിരിക്കുന്നത്. സർവ്വലോകം ക്രിസ്തുവിന്റെ കീഴിൽ കിടക്കുന്നു. സർവ്വലോകം വാഴുന്ന പിശാച് ഈ മനുഷ്യര് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവവുമായിട്ട് അടുക്കണം എന്നുള്ള കാര്യം മറച്ചു വെക്കുക. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴി സത്യവും ജീവനും, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. ദൈവവുമായിട്ട് എത്തണം എന്നുള്ള കാര്യം മറച്ചു വെക്കുകയാണ് അവർ ചെയ്യുന്നത്. മറച്ചു വെക്കുക. ഇതാണ് പിശാച് ചെയ്യുന്നത്. ഇതാണ് പിശാച് മറയ്ക്കുന്നു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അതിന്റെ പ്രകാശനം വരുമ്പോൾ എന്താ അതിന്റെ പ്രകാശനം? ക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാകുന്നു. ഇതാണ് ആ പ്രകാശനം. സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാകുകയാണ്. ഇതാണ് എഫെസ്യർ 1:9-10 പറയുന്നത്. ക്രിസ്തുവിലുള്ള മർമ്മം എന്താണ്? ഇതാ മർമ്മം എന്ന് പറഞ്ഞ ക്രിസ്തു സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നായി മാറുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള മർമ്മം എന്താണ്? എബ്രായർ 7:25 താൻ മുഖാന്തരം ജനം ദൈവത്തോടടുക്കുന്നു. ഇതാണ് മർമ്മം. ഇതിനങ്ങ് മറച്ചു കളഞ്ഞിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പിക്കുന്നു, അങ്ങ് ആരാധിച്ചു എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് പിശാചിന്റെ തന്ത്രം തിരിച്ചറിയേണ്ടത്. നമ്മൾ യേശുവിൽ കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കുന്നു. ഒരു സംശയമില്ല അതിനെ.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ അനുശാസിക്കുന്നു. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇതാ പിശാചിന്റെ ഇടയിൽ കയറി നിൽക്കുകയാണ്. ദൈവത്തിനും മനുഷ്യർക്ക് ഇടയിൽ കയറി നിൽക്കുകയാണ്. ദൈവത്തിനും മനുഷ്യർക്ക് ഇടയിൽ കയറി നിന്നിട്ട് ഈ മനുഷ്യനെ തള്ളി തീപ്പൊയ്കയിലേക്ക് ഇടുന്ന തന്ത്രത്തിലൂടെ, അതായത് അവന്റെ തെറ്റായ വിശ്വാസം കൊടുക്കുന്നു, തെറ്റായ വിശ്വാസം അവനെ വീഴുന്നു. തുടർന്ന് എന്ത് പറ്റുന്നു? ഇതാ ഈ സമയത്താണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. ഇതാക്കി യേശു ക്രിസ്തുവിനെ അയച്ചതിന്റെ ഉദ്ദേശം, യേശു ക്രിസ്തു കാൽവരി കുരിശിൽ യാഗമായതിന്റെ ഉദ്ദേശം ഈ ജനത്തെ യേശുവിലൂടെ പിതാവുമായി ഒന്നാക്കാൻ വേണ്ടിയാണ്. പിതാവുമായി ഒന്നാക്കാൻ വേണ്ടി അതിനാണ് യേശുവിനെ യാഗമാക്കിയത്. ഇതാ പിതാവുമായി ജനം ഒന്നായി മാറണം. എങ്ങനെ? ക്രിസ്തുവിൽ. സ്വർഗത്തിലെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു മാത്രം ദൈവത്തിന്റെ വചനം പറയുക. അപ്പോ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിട്ട് 1 യോഹന്നാൻ 3:8 പറയുന്നത് പോലെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. ആ പ്രവൃത്തി അഴിക്കുന്നതിന്റെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തുവിന്റെ ഒരു അവയവമാണ് ഞാന്, ക്രിസ്തുവിന്റെ ഒരു അവയവമാണ് നിങ്ങൾ. ഇതാ നമ്മളിലൂടെ ക്രിസ്തു ആ പരിപാടി നടത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ദൈവവുമായി ഒന്നാക്കേണ്ടതിന് പകരം ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ആരാധന തുടങ്ങി. ഈ ബൈബിളിൽ എവിടെയാ സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞേക്കണേ? ആ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു, ക്രിസ്തു നാമത്തിൽ ഒരു ആരാധന തുടങ്ങി. അതിനെ ലിമിറ്റ് ചെയ്യാൻ ബൈബിൾ പറഞ്ഞിട്ടില്ല. പകരം ക്രിസ്തുവിനെ അനുഗമിച്ച് പിതാവുമായി ക്രിസ്തു നമ്മൾ ഒന്നാകാനല്ല വെച്ചിരിക്കുന്നത്. ഇതാണ് ക്രിസ്തു പറയുന്നത്, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ അങ്ങനെ ഒന്നായി തീരണം. ഇതല്ലേ കാലസമ്പൂർണ്ണ വ്യവസ്ഥ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതത്രേ ദൈവവും നിത്യജീവനും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നാം പിതാവുമായി ഒന്നായി തീർന്ന ഇതത്രേ ദൈവവും നിത്യജീവനും. ഹല്ലേലൂയ. അവിടെയൊക്കെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ കൊണ്ടുവന്ന് അത് അങ്ങനെയല്ലാതാക്കി മാറ്റരുത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തയ്ക്ക് ഒത്തവണ്ണം ബൈബിളിലെ കാര്യങ്ങളെ അന്വേഷിക്കരുത്. ബൈബിളിന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണം നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളുടെ അകത്ത് ഹൃദയത്തിൽ വിശ്വസിക്കുക. നമ്മൾ കേട്ടതും പഠിച്ചതനുസരിച്ച് ബൈബിൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങും. പകരം നമ്മുടെ വിശ്വാസം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ, ദൈവം വെച്ച ലക്ഷ്യത്തിലെത്തിക്കാൻ ഇടയാകണം. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഏതായാലും ബ്രത്ത് മാത്രമേ നമുക്ക് കൂടെ ഉള്ളൂ. അത് തീർന്നതിന് മുമ്പ് സത്യം മനസ്സിലാക്കി സത്യം നമ്മളെ സ്വതന്ത്രമാക്കുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ ഓരോ വാക്ക് സത്യമാണ്. ക്രിസ്തു പറഞ്ഞ ഓരോ വാക്ക് ഇതിന് എന്റെ ജീവിതത്തിൽ ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം എങ്കിൽ നല്ലത്. പക്ഷെ പിശാച് ഇവിടെ എന്താ ചെയ്യണം നോക്കിയേ. അടുത്ത ചിത്രം നിങ്ങൾ നോക്കിക്കൊള്ളുക. പിശാച് ചെയ്യണമെന്നറിയാമോ? ഇതിന്റെ ഇടയിൽ ഒരു മതിലക കൊണ്ടിട്ട് കൊടുത്തു കേട്ടോ. വമ്പനൊരു കോട്ട നടക്കുന്നുണ്ടോ? മനുഷ്യർക്കും ദൈവത്തിനിടയിൽ ഒരു വിശ്വാസ കോട്ട ഇട്ട് കൊടുത്തത്, ഒരു മതിലിട്ട് കൊടുത്തൊരു കോട്ട. ആ കോട്ടയുടെ പേരാണ് യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ആ കോട്ടയുടെ പേരാണ് യേശുവാണ് യേശുവിനെ ആരാധിക്കുക. എന്റെ വീട്ടിലെ അടുത്ത് അയൽക്കത്തുകാരൻ ആ മതില് കെട്ടിയതുപോലെ ഒരു വമ്പൻ കോട്ട ഞാൻ കെട്ടിക്കൊടുത്തു. ഇനിയിപ്പോ മറ്റുള്ളവർക്ക് ആ പണിക്കാർക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു സ്ത്രീകളെ കാണൂല. ഇനിയിപ്പോ ജനം നോക്കിയേ, ഇവിടെ ഇനിയിപ്പോ ജനം നോക്കിയാൽ ഇതാ പിതാവായ ദൈവത്തെ ദൈവമായിട്ട് കാണുന്നു ഇല്ല. പകരം ആരെ കാണുന്നത്? യേശു ദൈവം. ഇനി യേശുവിനെ ആരാധിക്കും. ഇപ്പുറത്തെ പിശാച് സുഖമായിട്ട് വിലസുന്നു. സർവ്വലോകവും പിശാചിന്റെ കീഴിൽ ഇന്നും കിടക്കുന്നു. യേശു കാൽവരിയിൽ യാഗമായിട്ട് സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു പിശാച് ലോകത്തിന്റെ ഭരണാധികാരിയായി ഇന്നും വിലസുകയാണ്. ഇതൊക്കെ ഒറിജിനൽ കർത്താവ് യേശു പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ പാദപീഠമാകാൻ വേണ്ടി പിശാച് സഭയുടെ പാദപീഠമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇതാ സഭയെ പിശാച് കോട്ട കെട്ടി അടച്ച് ഇവിടെ യേശുവിന്റെ നാമത്തിൽ ഇതാ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ ബഹുമാനിക്കണം, തികഞ്ഞ ബഹുമാനം കൊടുക്കണം. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസം ഇട്ട് തന്നിട്ട് നമ്മളെ ക്രിസ്തുവിൽ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പകരം എബ്രായർ 7:25 പറയുന്നത് പോലെ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കേണ്ടതിന് പകരം ഇവിടെ ഇത് ഓരോരുത്തരും ഇതാ ഈ കോട്ടയ്ക്കുള്ളിൽ പിശാച് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തകൾ കൊണ്ടുണ്ടാക്കിയ കോട്ട. യേശുവാണത്, യേശുവിനെ ആരാധിക്കുക. അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അതിന് യേശുവിന്റെ അടുക്കൽ തന്നെ എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിൽ തീരുന്ന, ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന വിഷയങ്ങൾ, എന്റെ തലവേദന മാറുന്ന, എന്റെ മുട്ടുവേദന മാറുന്ന, എനിക്ക് ജോലിക്കായി തരുന്ന, എന്റെ മോളോതായിട്ട് പ്രസവിക്കുന്ന, ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ വേണ്ടി മാത്രം യേശുവിന്റെ അടുക്ക വരുമ്പോ യേശുവിന് പറയാനുള്ളത്, മക്കളെ മുമ്പേ ഇതല്ല അന്വേഷിക്കണ്ടേ, മുമ്പേ ദൈവരാജ്യം നീ അന്വേഷിക്കേ. അതോട് കൂടെ ഇതാ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ നിനക്ക് നടത്തപ്പെടും.
എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ബൈബിളിൽ കർത്താവ് യേശു എന്ത് പറയുന്നു അത് വിശ്വസിച്ച് ഏറ്റെടുക്ക്. യേശുവിന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? യേശു യഹൂദന്മാരെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? ഹല്ലേലൂയ. യേശു മക്കളും തന്നെ അനുഗമിക്കുന്നവരെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? യേശു പറയണ എന്നാന്ന് മനസ്സിലാക്കും മക്കളെ. സുവിശേഷത്തിലൂടെ കടന്നു പോകും, ലേഖനങ്ങളിലൂടെ കടന്നു പോകും. പ്രസംഗരെ മാത്രം കേട്ട് അവസാനിപ്പിക്കല്ലേ? അവരൊക്കെ കേട്ടു, പക്ഷേ അത് അങ്ങനെ തന്നെയൊന്ന് വിശുദ്ധ ബൈബിൾ നോക്കി ബരോബരുള്ള ഒരു ഉത്തമന്മാരാണ്. പിന്നെ ഈ കാലത്ത് എല്ലാവരും കേൾക്കാൻ ഞാൻ പറയത്തില്ല, കാരണം എല്ലാവരും കേൾക്കുന്നതിന് നമ്മുടെ മനസ്സ്, നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയോ കാര്യമോ ഇല്ല, കാരണം മനസ്സ് അശുദ്ധമാകും. നല്ല ഫുഡ് മാത്രം തെരഞ്ഞെടുത്ത് ചില ഹോട്ടലിൽ കഴിക്കാറില്ലേ? ഇതേപോലെ നല്ലത് മാത്രം കഴിക്കുക. ഹല്ലേലൂയ. എന്നാൽ പ്രായം തികഞ്ഞവരെല്ലാം കഴിക്കാം, പക്ഷേ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ അപകടമാണ്. ഏത് പ്രായം തികഞ്ഞോ? നിങ്ങൾ 70 വയസ്സുള്ള 80 വയസ്സോ? അതല്ല ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് എത്തിയവർ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് നന്മയായി തീരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഈ ഒരു വമ്പൻ കോട്ട കണ്ടോ? ഈ കോട്ട നമ്മുടെ അകത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, യേശു ക്രിസ്തു അല്ല പിതാവായ ഏകസത്യദൈവം. യേശു ക്രിസ്തു പറയുന്നു, സ്വന്തം വാ കൊണ്ട് പറയുന്നു, എടുത്തേക്ക് അത് വായിച്ചിട്ട് മീറ്റിംഗ് അവസാനിപ്പിക്കാം. യോഹന്നാൻ 17:3 സ്വന്തം വാ കൊണ്ട് പറയുന്നു, പിതാവായ ഏക സത്യ ദൈവം. ആ ദൈവമാണ് യഥാർത്ഥ സത്യദൈവം. യേശു ക്രിസ്തു ദൈവമാണ്, പക്ഷേ പിതാവായ ദൈവമല്ല, ആ ദൈവത്തിന്റെ മകനാണ്. ഈ സർവഭൂമിയുടെ മേലും സർവ്വലോകത്തിന്റെ മേലും പിതാവിനാൽ നിയമിതനായ അഭിഷിക്തനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ തലയാണ്, നമ്മുടെ ഗൈഡാണ്. യേശുവിന്റെ മുകളിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, പിതാവായ ദൈവം. ആ ദൈവത്തെയാണ് ദൈവത്തെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ തല ദൈവം. വായിച്ചു. 17:3 ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഇനി ഈ വചനത്തെ വേറെ ഏതെങ്കിലും വചനം കൊണ്ട് വെട്ടിയാൽ ആര് നുണയനായി? യേശു നുണയനായി. യേശു മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ നുണയനായി. പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, യോഹന്നാൻ നുണയനായി. ഇങ്ങനെ ധാരാളം പേര് നുണയന്മാരാകുന്ന ഒരു സന്ദേശം ഈ ലോകത്ത് കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യല്ലേ? യേശു പറഞ്ഞോ, ആമേൻ ആമേൻ ആമേൻ. ഏക സത്യ ദൈവം പിതാവാണെന്ന് യേശു പറഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ആ പിതാവല്ല യേശു, ആ പിതാവിന്റെ മകനാണ് യേശു എന്ന് മനസ്സിലാക്കുക. ആ യേശു ആരാണ്? 2-ാം സങ്കീർത്തനത്തിൽ വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനുമെതിരെ ഭൂരാജാക്കന്മാർ അണിനിരക്കുന്നത് എന്ന്. യഹോവയുടെ അഭിഷിക്തനാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ആ രാജാവാണ് കർത്താവായ യേശു. ആ വാഴിച്ചതോ യഹോവയാണ്. തുടർന്ന് താഴെ പറയുന്നു, നിങ്ങൾ വഴി വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കും. അതുകൊണ്ട് ആ പുത്രനാണ് കർത്താവായ യേശു. ആ പുത്രനെ നമുക്ക് ചുംബിക്കാം. അതിന്റെ അർത്ഥം ആ പുത്രൻ നമ്മുടെ തലയാക്കി നമ്മൾ ജീവിച്ചോണം, പുത്രനെ അനുഗമിച്ചുമാണ്, പുത്രനെ അനുസരിച്ചുമാണ്, അങ്ങനെ പിതാവിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേട്ട സന്ദേശം, നമ്മുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. നമ്മുടെ വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് വച്ച ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുവാൻ ഇടയാകണം. മനസ്സിലായോ? മനസ്സിലായോ? ആ തലയാട്ടിയപ്പോ എനിക്ക് പിടുത്തം കിട്ടി, മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഞാനുമായിട്ടുള്ള നിങ്ങളുടെ കാര്യം എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്തു. ഇനി നിങ്ങളുടെ ദൈവവുമായിട്ടാണ് നിങ്ങളുടെ കാര്യം. എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് ദൈവത്തെ അറിയിക്കുക. മനസ്സിലായത് എവിടെയെങ്കിലും ഒരു അവ്യക്തത ഉണ്ടെങ്കിൽ ദൈവം തന്നെ അത് പൂർണ്ണമാക്കി തരും. ദൈവത്തിന്റെ വചനം പറയുന്നു, വല്ലവരും മറ്റു വിധേന ചിന്തിച്ച ദൈവം തന്നെ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്താൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ അവനവനെ തന്നെ ഏൽപ്പിക്കുക. നമ്മുടെ വിശ്വാസം നമ്മളെ വിഴുങ്ങരുത്. ആദ്യ കുടുംബത്തിന്റെ ദൈവം കൊടുത്ത വചനത്തിലുള്ള വിശ്വാസം അവരെ നിത്യമായ ദൈവത്തിന്റെ മക്കളും മരണമില്ലാത്തവരും ഈ ഭൂമിയുടെ ഭരണാധികാരികളും തേജസ്സുള്ളവരും ആക്കി വെച്ചു. എന്നാൽ വചനം വിതച്ചു കഴിഞ്ഞാൽ ഉടനെ ശത്രു വന്ന് കള വിതയ്ക്കുമെന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന്. തുടർന്ന് പിശാച് വന്നു അവരുടെ ഹൃദയത്തിൽ
ദൈവം പറഞ്ഞതിന് വിപരീതമായി നന്മ തിന്മക്ക് അറിവിഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കയില്ല, പകരം നീ ദൈവത്തെ പോലെയാണ്. അതിന്റെ ഓപ്പോസിറ്റ് വിതച്ചു. അവർ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുന്നതിന് ഉപരിയായി പിശാച് പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. എന്ത് സംഭവിച്ചു? അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. ആത്മമണ്ഡലത്തിൽ മരിച്ചു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അവരുടെ വിശ്വാസം അവരെ വിഴുങ്ങി. ഇന്നും ദൈവം പറഞ്ഞ വചനത്തിനെതിരെ പിശാച് തന്ത്രങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്നും അവരിറക്കി വിടുന്ന വിശ്വാസം തന്നെയാണ്. യേശുവിനെ മറയ്ക്കാൻ, ഏത് യേശുവിനെ? ബൈബിളിൽ പറയുന്ന ഒറിജിനൽ യേശുവിനെ മറയ്ക്കാൻ അവൻ ഇറക്കി വിടുന്നത് യേശുവിനെ തന്നെയാണ്. അതേത് യേശു? സന്ദേശം മാറിയ യേശു. ബൈബിളിലെ യേശുവിന്റെ സന്ദേശം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെട്ടാൽ ദൈവരാജ്യം നിനക്ക് തരുവാൻ, ഭൂമിയുടെ ഭരണം നിനക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ മറ്റൊരു യേശുവിന്റെ സന്ദേശം അങ്ങനെയല്ല. ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കും. ബൈബിളിൽ ഇല്ലാത്ത വേറൊരു സന്ദേശം. ഈ സന്ദേശത്തിൽ കുടുങ്ങി പോകരുത്. യേശു ക്രിസ്തു നമുക്ക് കർത്താവാണ്, നമുക്ക് നമ്മുടെ തലയാണ്, നമുക്ക് നമ്മുടെ മിശിഹയാണ്, നമുക്ക് നമ്മുടെ ദൈവപുത്രനാണ്. നമുക്ക് നാം ആരായി തീരണം എന്ന് ദൈവമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാതൃകാ പുരുഷനാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻനിയമിച്ചു. ആ ക്രിസ്തുവിലാണ് നമ്മൾ പിതാവുമായി ഒന്നായിത്തീരുന്നത്. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള റൈറ്റ് കാഴ്ചപ്പാട്, ബൈബിളിൽ എന്ത് പറയുന്നു ആ സത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അനേക ഹൃദയങ്ങളിൽ ഈ കോട്ട, പിശാച് കഴിഞ്ഞ നാളിൽ കെട്ടിവച്ച ഈ കോട്ട കർത്താവിന്റെ ആത്മാവ് ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഇടിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇടിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുക. ഇടിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുക. ഹോളി ഗോഡ് ഐ ലവ് യു. ഇടിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുക. ഓ ലോർഡ് ഐ ലവ് യു. ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നു. ഹോളി ഗോഡ് താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഡാഡി. ഹല്ലേലൂയ. മക്കളെ, ഭയപ്പെടേണ്ട. സ്വർഗം മുഴുവൻ നമ്മുടെ പുറകെ ഉണ്ട്. അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം നമ്മോട് കൂടെ ഉണ്ട്. പ്രവാചകൻ തന്റെ ശിഷ്യനോട് പറയുന്നത് പോലെ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം പേർ നമ്മോട് കൂടെയുണ്ട്. കൃപ കൃപ എന്ന ആത്മവിളിയോട് മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്, ക്രിസ്തുവിൻ പിന്നാലെ മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്. സ്വർഗീയ പിതാവേ, നന്ദി. താങ്ക് യു. ലോകത്തിലേക്ക് അങ്ങ് നിശ്വസിക്കുന്ന ജീവനായ സ്തോത്രം. ഈ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാവുന്നല്ലോ. ഞങ്ങളുടെ ജഡത്തിലൂടെ അങ്ങ് വെളിപ്പെടുന്നതിനായി നന്ദി. ഹോളി ഗോഡ് താങ്ക് യു. ഈ ജനത്തിന്റെ ഹൃദയത്തിൽ അങ്ങ് ഇടിച്ചു കളഞ്ഞ ദുഷ്ടം കെട്ടിയ കോട്ടകൾക്കായി നന്ദിയോടെ. ആ കോട്ടകൾ ഇനിയും ഇടിയാനുള്ളവരുടെ ജീവിതത്തിൽ ഇടിഞ്ഞു തകർന്നു മാറട്ടെ. സെറുബ്ബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേത്? അത് സമഭൂമിയായി തീരും. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. അത് തകർന്നു മാറുന്നതിനായി ദൈവത്തിന്റെ രാജ്യം മനുഷ്യ ഹൃദയങ്ങളിൽ ഭൂമിയിലും ദൈവമേ അങ്ങ് ഞങ്ങളിലൂടെ അങ്ങയുടെ ആത്മാവിനെ നേതൃത്വം ചെയ്തെടുക്കുന്നതിനായി നന്ദി. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല ആവശ്യങ്ങളുടെ അപ്പ അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കണമേ. അകത്തളത്തിലും പുറത്തും സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹീതരായിരിക്കട്ടെ, അനുഗ്രഹീതരായിരിക്കട്ടെ. താങ്ക് യു ലോർഡ്. ദി ഇയർ ഓഫ് അങ്ങയുടെ സന്ദേശങ്ങൾ വീണ്ടും വിളിച്ചു പറയുക. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എല്ലാ മഹത്വ യഹോവയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ.
ഹല്ലേലൂയ. ജനമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവ് നമുക്ക് നൽകിയാണോ? അനേക കോട്ടകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇടിഞ്ഞ് തകർന്ന് താഴെ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നും നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മളെല്ലാം അറിയപ്പെടേണ്ടത് നമ്മളിലൂടെ ദൈവം അറിയപ്പെടട്ടെ, ക്രിസ്തു അറിയപ്പെടട്ടെ. അങ്ങനെ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിൽ നടക്കാൻ ഇടയാകട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.